രണ്ടാമത്തെ മൊഡ്യൂളാണ് ഹിസ്റ്റോറിക്കൽ കാവ്യ എന്നുള്ളൊരു മൊഡ്യൂള്. അതാണ് നമ്മുടെ വിട്ടുപോയിരുന്നത്. ആ ഭാഗമാണ് ഇന്നൊന്ന് നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ചരിത്ര കാവ്യം നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടായിരിക്കും. നോട്ട്സ് ഒന്ന് തുറന്നു വെക്കുക, നന്നായിരിക്കും. ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നന്നായിരിക്കും. ചരിത്ര കാവ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു കൃത്യത ഉണ്ടായിരിക്കും, ഒരു സമയനിഷ്ഠ ഉണ്ടായിരിക്കും. അല്ലാതെ മറ്റു കാവ്യങ്ങളെ പോലെ ഒരു വ്യക്തമായ സമയനിഷ്ഠയില്ലാത്ത ഒരു കാവ്യമല്ല. എന്ന് പറഞ്ഞാൽ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന രാജാവിന്റെ ചരിത്രം, ഇന്ന ദേശത്തിന്റെ ചരിത്രം, അങ്ങനെയൊക്കെയുള്ള ചില സൂചനകൾ നൽകുന്നതായിരിക്കും ഏത് ചരിത്ര കാവ്യങ്ങള്. പ്രത്യേകിച്ചും സംസ്കൃത ചരിത്ര കാവ്യങ്ങള് വളരെയധികം ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും സംസ്കൃത ചരിത്ര കാവ്യങ്ങള് വേദേതിഹാസം മുതൽ നോക്കുകയാണെങ്കിൽ ചരിത്ര കാവ്യങ്ങള് തീർച്ചയായിട്ടും വളരെയധികം ഉണ്ട്. അതായത് വേദങ്ങളിൽ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ചരിത്ര ശകലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷേ സ്ലൈഡുകൾ ഷെയർ ചെയ്യാം. സ്ലൈഡ് കാണാൻ സാധിക്കുന്നോ? സ്ലൈഡ് കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഹിസ്റ്റോറിക്കൽ കാവ്യാസ്, ഇപ്പൊ വേദങ്ങളുടെ പാരമ്പര്യം നമുക്കറിയാം. വേദങ്ങളുടെ ഋക്ക്, യജു, സാമ, അഥർവ അല്ലെ തുടങ്ങിയ 4 വേദങ്ങളിലും നമുക്ക് വേദങ്ങളുടെ പാരമ്പര്യത്തിൽ കാണാൻ സാധിക്കുന്നത് അവിടുന്ന് തൊട്ടേ എന്താ പറയാ ദ്രഷ്ടാക്കളായ ഋഷിമാര് അല്ലെങ്കിൽ മുനിമാരുടെ അവരുടെ വംശങ്ങള്, അവരുടെ ഗോത്രങ്ങളെ കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളും ഗാഥകള് തുടങ്ങിയ എല്ലാം ഇതിൻ്റെയൊക്കെ ഒരു അടിവേരുകൾ എന്ന രീതിയിൽ നമുക്ക് ഈ ചരിത്ര കാവ്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സൂക്തങ്ങൾ രചിച്ച ഋഷിമാരുടെ വംശങ്ങള്, അവരുടെ ഗോത്രങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങള്, ഗാഥകള്, വീര അപദാനം എന്ന് പറഞ്ഞാൽ വീരന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികള്, ഇവിടെയൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ അടിവേരുകൾ കാണാൻ സാധിക്കും. ഇപ്പൊ വൈദിക കാലം നോക്കുകയാണെങ്കിൽ മാഷയുടെ വംശം, ഗോത്രം, സ്ലൈഡിലെ ഇതിഹാസങ്ങള്, രാമായണമാവട്ടെ, മഹാഭാരതമാവട്ടെ, പുരാണങ്ങളാവട്ടെ, പ്രശസ്തികളാവട്ടെ, ഇവിടെയൊക്കെ ഒരു സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം തുടങ്ങിയിട്ടുള്ള പുരാണ ലക്ഷണത്തിലൊക്കെ ഇതിലൊക്കെ കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കഥകളിലൂടെയൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചരിത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പിൽക്കാലത്ത് ഇന്ത്യയുടെ ചരിത്രം ആരായാൻ ചുരുക്കം ചില കവികളെയും നാടകകാരന്മാരെയും മറ്റു പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയാൻ സാധിക്കും. ഇപ്പോ ഓരോ നാട്ടിലെ ഇപ്പൊ മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പൂർവ്വ ചരിത്രം, ഇപ്പോ കുരുവംശത്തിന്റെ കുരുവംശത്തിന്റെ ഒരു ചരിത്ര കഥയാണ് മഹാഭാരതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പൊ രാമായണം എടുത്താലും നമുക്കറിയാം ഇക്ഷ്വാകു രാജവംശം ദശരഥൻ തുടങ്ങിയ രാജവംശത്തിന്റെ ഒരു കഥയാണ്. ഇങ്ങനെ രാമായണ മഹാഭാരതാദികളിലൂടെ കടന്നു വന്ന ഒരു ചരിത്ര കാവ്യ പാരമ്പര്യം നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പലരും വരുന്നുണ്ട്. ഇപ്പൊ സ്ലൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് ആവല് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പക്ഷെ നിങ്ങളോട് പെട്ടെന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്. സ്ലൈഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അങ്ങനെ അഡ്മിറ്റ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. എന്നാൽ മാത്രമേ മാഷിക്ക് സ്ലൈഡ് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രാജതരംഗിണി എന്ന് പറയുന്ന ഒരു ചരിത്ര കാവ്യത്തെ കുറിച്ചാണ്. രാജതരംഗിണി, അതായത് ഈ നമുക്ക് പഠിക്കാനുള്ള ചരിത്ര കാവ്യങ്ങൾ 2 തരത്തിലുള്ള ചരിത്ര കാവ്യങ്ങളാണ്. ഒന്ന് ഭാരതീയവും, 2 കേരളീയവും. അതായത് കേരളത്തിലെ ചരിത്രകാരന്മാർ, കേരളീയരായിട്ടുള്ള മലയാളികൾ എഴുതിയിട്ടുള്ള ചരിത്ര കാവ്യങ്ങളുണ്ട്. അതാണ് കേരളീയം ചരിത്ര കാവ്യങ്ങൾ. അത് നമുക്ക് അവസാന ഭാഗത്തിലേക്കായിരിക്കും. ഇവിടെ ഭാരതീയം എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ചരിത്ര കാവ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെയാണ് രാജതരംഗിണി. നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടായിരിക്കും. രാജതരംഗിണി എന്ന കൽഹണൻ എഴുതിയ ഒരു ചരിത്ര കാവ്യമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഈ ചരിത്രകാവ്യം ഒരു കാശ്മീർ ദേശത്തിന്റെ ചരിത്രം ആണ് ഈ ചരിത്രകാവ്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. കൽഹണൻ അദ്ദേഹം ഒരു വലിയ മഹാനായൊരു പോയിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു നല്ല ചരിത്രകാരൻ കൂടിയായിരുന്നു. കാശ്മീരിന്റെ കഥയാണ് ഇതിൽ മുഴുവൻ ഒളിഞ്ഞു കിടക്കുന്നത്. ഈ രാജതരംഗിണി എന്ന ചരിത്ര കാവ്യത്തിലെ എന്താ പറയാ ഉള്ളടക്കം, അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കാശ്മീർ രാജാക്കന്മാരുടെ ചരിത്രമാണ്. ഇത് ഏകദേശം എഴുതപ്പെട്ടിരിക്കുന്നത് 12ാം നൂറ്റാണ്ടിലാണ്. 12ാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. 12ാം നൂറ്റാണ്ടില് നമുക്കറിയാം 1148 മുതൽ 1150 വരെയാണ് ഉള്ള
ഏകദേശം കാശ്മീരിന്റെ ചരിത്രം കൽഹണന്റെ 1158 മുതൽ 1150 വരെയുള്ള കൽഹണൻ എന്ന കാശ്മീരിന്റെ ചരിത്രം ഒരു എന്താ പറയാ അന്നത്തെ രാജാക്കന്മാർ അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ രാജാക്കന്മാരെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കൃതിയായിട്ട് വേണം, രാജാക്കന്മാരുടെ ഭരണങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കൃതിയായിട്ട് വേണം കൽഹണന്റെ രാജതരംഗിണിയെ പരിചയപ്പെടുവാനായിട്ട്. പിന്നീട് 1150 ഈ കാവ്യം രചിക്കപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അദ്ദേഹം കൽഹണൻ ഒരു കാശ്മീരി ആയിരുന്നു. അദ്ദേഹം ശാസ്ത്രങ്ങള്, കലാവിദ്യകള്, ശില്പം, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലയിലും അദ്ദേഹം നിപുണനായിരുന്നു. ആ നൈപുണ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ കൃതിയിലും കാണുവാൻ, ഒരു പേന നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ നല്ലതാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ സാധിക്കും. കൽഹണൻ എല്ലാ മേഖലയിലും നിപുണനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ നൈപുണ്യം അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും, പ്രത്യേകിച്ച് ഈ രാജതരംഗിണിയിലും കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം പഠിച്ചിരുന്നതാണ്, മഹാകാവ്യങ്ങൾ പഠിച്ചിരുന്നു, ചരിത്രകാവ്യങ്ങള്, ജ്യോതിഷ ഗ്രന്ഥങ്ങള്, രാജ്യനീതി, രാജ്യഭരണം, ചരിത്രകാവ്യങ്ങള്, ധർമ്മശാസ്ത്രം, ഭൂവിജ്ഞാനീയം, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിന്റെ രാജതരംഗിണി എന്ന കൃതിയിലും ഈ പാണ്ഡിത്യത്തിന്റെ പ്രതിസ്ഫുരണങ്ങൾ അല്ലെങ്കിൽ പ്രതിഫലനങ്ങള് അദ്ദേഹത്തിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രാജതരംഗിണി എഴുതാൻ ഒരു 11ഓളം ചരിത്ര ഗ്രന്ഥങ്ങളെ അദ്ദേഹം ആശ്രയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. രാജതരംഗിണി എഴുതാനായിട്ട് ഒരു 11ഓളം ചരിത്ര ഗ്രന്ഥങ്ങളെ അദ്ദേഹം ആശ്രയിച്ചിരിക്കുന്നു. അതിലെ ഏതാനും ചില രണ്ട് കൃതികളെ കുറിച്ച് രാജതരംഗിണിയിൽ പറയുന്നത്, ഒന്ന് ക്ഷേമേന്ദ്രന്റെ നൃപാവലി, മറ്റൊന്ന് ഹേള രാജാവിന്റെ പാർത്ഥിവാവലി എന്ന രണ്ട് ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് രാജതരംഗിണിയിൽ തന്നെ കൽഹണൻ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്ന് ക്ഷേമേന്ദ്രന്റെ നൃപാവലി, രണ്ട് ഹേള രാജാവിന്റെ പാർത്ഥിവാവലി എന്ന രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹം ആശ്രയിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇത് രണ്ടും ഇന്ന് കിട്ടാനില്ല. ഇതിന് പുറമെ സാഹിത്യകൃതികളെ മാത്രമല്ല, അന്ന് നിലവിലുണ്ടായിരുന്ന കുറെ ഐതിഹ്യങ്ങള്, നാടോടി വിജ്ഞാനീയങ്ങള്, നാണയങ്ങള്, ശിലാരേഖകള്, പട്ടയങ്ങള്, ഇങ്ങനെ ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് കാശ്മീരിന്റെ ഒരു പുരാതന ചരിത്ര അല്ലെങ്കിൽ സാംസ്കാരിക ജീവിതത്തെ മുഴുവൻ കൊത്തിവെച്ചിരിക്കുന്ന ഒരു കൃതിയാണ് രാജതരംഗിണി. കാര്യം മനസ്സിലായോ? 8 തരംഗങ്ങളായിട്ടാണ്, ഏറ്റവും അവസാനം 7826 ശ്ലോകങ്ങളുണ്ട്. 8 തരംഗങ്ങളായിട്ടാണ് ഈ രാജതരംഗിണി അദ്ദേഹം, തരംഗം എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേരാണ് തരംഗങ്ങൾ. ഇനി ഇതിൽ ഓരോ അധ്യായത്തെയും കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ക്ഷേമേന്ദ്രന്റെ നൃപാവലിയും പിന്നെ ക്ഷേമേന്ദ്രന്റെ നൃപാവലി, ഹേള രാജാവിന്റെ പാർത്ഥിവാവലി, ഹേള രാജാവിന്റെ പാർത്ഥിവാവലി, പാർത്ഥിവൻ എന്ന് പറഞ്ഞ രാജാവ്, പൃഥ്വി, പാർത്ഥിവൻ എന്നർത്ഥം. ഇനി എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ 3 അധ്യായങ്ങൾ, ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിന് അറിയപ്പെടുന്ന അഭ്യൂഹികം എന്നാണ്. അഭ്യൂഹം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക്, അതിലൊരു യാഥാർത്ഥ്യബോധമില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കെട്ടുകഥകള്, കേട്ടറിഞ്ഞ കുറെ കഥകളൊക്കെ വെച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു ആദ്യത്തെ 3 അധ്യായങ്ങൾ. ആ 3 അധ്യായങ്ങളെ പറയുന്ന പേരാണ് അഭ്യൂഹികം. അഭ്യൂഹികം എന്ന് പറയാൻ കാരണം തന്നെ ഏതാനും ചില നാടോടി കഥകള്, കെട്ടുകഥകള്, അങ്ങനെ അഭ്യൂഹങ്ങളിൽ നിന്നും ഉണ്ടാക്കി മെനഞ്ഞെടുത്ത കുറെ കഥകളെ വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ഭാഗമാണ് ആദ്യത്തെ അഭ്യൂഹികം എന്ന ആദ്യത്തെ 3 അധ്യായങ്ങളില് അറിയപ്പെടുന്നത്. പിന്നീട് നമുക്ക് കാണാം 4ാമത്തെ, 8 തരംഗങ്ങളാണല്ലോ, 4ാമത്തെ തരംഗത്തില് കാണാൻ സാധിക്കുക കാർക്കോടക രാജവംശം. കാർക്കോടക രാജവംശത്തിനെ കുറിച്ചാണ് 4ാമത്തെ തരംഗത്തില് പറയുന്നത്. കാർക്കോടക രാജവംശത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ, അത് അന്നത്തെ കാലഘട്ടത്തിലെ ചരിത്ര വസ്തുതകൾ, ഇതൊക്കെയാണ് 4ാമത്തെ തരംഗത്തില് കാണുവാനായിട്ട് സാധിക്കുക. നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, പോയിന്റുകൾ കിട്ടിയാൽ മതി. കാരണം ഇതൊരു ചരിത്രകാവ്യം മാത്രമായിട്ട് ഒരിക്കലും എസ്സേ വരില്ല. അപ്പൊ നിങ്ങൾക്ക് വരെ ഇതിൽ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കത്ര, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ രാജതരംഗിണി മാത്രമേ ചോദിക്കുള്ളൂ. അല്ലാതെ നിങ്ങളോട് ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളൊന്നും വരില്ല. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, മാഷ് നാളെ കോളേജിൽ പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. വളരെ ബ്രീഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ രാജതരംഗിണി, ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എഴുതാൻ വന്നാൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് എലമെന്റ്സ് ഉണ്ടായിരിക്കണം, കണ്ടന്റ്സ് ഉണ്ടായിരിക്കണം, അത്രമാത്രം. അപ്പൊ 4ാമത്തെ അധ്യായത്തിൽ എന്താണ്, കാർക്കോടക രാജവംശത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 5ാമത്തെ അധ്യായത്തില് ഉൽപ്പല രാജവംശം,
ഉത്പല രാജവംശം അല്ലെങ്കിൽ ഉത്പല രാജവംശത്തിന്റെ കുറിച്ചാണ് അപദാനമാണ് അല്ലെങ്കിൽ സ്തുതിയാണ് ഇത് അഞ്ചാമത്തെ തരംഗത്തിന്റെ പ്രമേയം. ഇനി അടുത്തത് ആറാം തരംഗത്തിലെ യശസ്തര രാജാവിനെ കുറിച്ചാണ്. 6-ാം അധ്യായത്തില് യശസ്തര രാജാവ്, അദ്ദേഹം AD 939 അവിടെ ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ സാധിക്കുന്നുണ്ട് കുട്ടികളെ? യശസ്തര രാജാവ് AD 939 മുതൽ 1003 വരെ ഭരിച്ചിരുന്ന, കാശ്മീരില് ഭരിച്ചിരുന്ന രാജാവാണ്. അദ്ദേഹത്തിന്റെ രാജഭരണത്തെ കുറിച്ചുള്ള വർണ്ണനകളാണ് 6-ാം തരംഗത്തില് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ 7-ാം തരംഗം, അവിടെ ലോഹര വംശത്തിലെ ആദ്യ രാജാവായ സംഗ്രാമ രാജാവ്, ലോഹര രാജവംശത്തിലെ ആദ്യത്തെ ഭരണാധികാരിയായ സംഗ്രാമ രാജാവിനെ കുറിച്ച് ഉള്ള ഭരണമാണ്. ആ തരംഗത്തിൽ തന്നെയാണ് മുഹമ്മദ് ഘസ്നിയുടെ ആക്രമണം. ഈ ചരിത്രം വിദ്യാർത്ഥികൾക്ക് അറിയായിരിക്കും. നമ്മളൊക്കെ ചരിത്രം മെയിനായിട്ട് പഠിക്കുന്നതിൽ 10-ാം ക്ലാസ് വരെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കും അറിയായിരിക്കും. ഭാരതത്തെ മുഹമ്മദ് ഘസ്നി അവിടെ ഇന്ത്യയെ ആക്രമിക്കുന്ന കാലഘട്ടം, അതൊക്കെ ഈ 7-ാം തരംഗത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. 8-ാമത്തെ ജയസിംഹൻ എന്ന ചക്രവർത്തിയുടെ ഭരണകാലത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് 8-ാമത്തെ തരംഗവും അവസാനിക്കുന്നു. ഇങ്ങനെയാണ് രാജതരംഗിണിയുടെ ഘടന. 8 തരംഗങ്ങളായിട്ട്, ആദ്യത്തെ 3 അഭ്യൂഹികം, പിന്നെ 4 കാർക്കോടക രാജവംശം, 5 ഉത്പല രാജവംശം, ഉത്പല രാജവംശം, 6 യശസ്തര രാജാവ്, 7 ലോഹര വംശത്തിലെ ആദ്യ രാജാവായ സംഗ്രാമരാജൻ, അവിടെയാണ് മുഹമ്മദ് ഘസ്നിയുടെ ആക്രമണം, 8 ജയസിംഹ രാജാവിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് അവസാനിക്കുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾ പോയിന്റ് വൈസ് എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്, അല്ലാതെ നിങ്ങൾ വളരെ ഇലാബറേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതില് മധുരാവിജി എടുക്കുന്നതിന് മുൻപ് ഇതില് ഏതാനും ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ. അടുത്ത മധുരാവിജിയാണ്. ഇതൊരു കലാപത്തിന്റെ കാലഘട്ടമാണ്. ഒരു കലാപത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ കാവ്യരചന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാപത്തിന്റെ വർണ്ണനകൾ, ഇപ്പൊ സായുധ സമരങ്ങള്, സൈനികര്, രാജാക്കന്മാര്, രാജകീയ ഉദ്യോഗസ്ഥന്മാര്, ദുഷ്പ്രഭുക്കന്മാര്, അതുപോലെ ഒരു വശത്ത് നിസ്വാർത്ഥമായ സ്വാമി ഭക്തി, ഇങ്ങനെയുള്ള മനുഷ്യ മനസ്സുകളെ സൂക്ഷ്മമായി അപഗ്രഥനം ചെയ്തിരിക്കുന്ന ഒരു ചരിത്ര കാവ്യമായിട്ട് വേണം ഇതിനെ കരുതാൻ. കൽഹണന്റെ രാജ്യതരംഗിണിയെ കരുതാനായിട്ട്. കാശ്മീരിലെ അന്നത്തെ വർണ്ണവ്യവസ്ഥ, അന്നത്തെ ഗ്രാമഭരണം, സൈനിക നിയമങ്ങള്, നീതിന്യായ സംവിധാനങ്ങള്, നികുതി അടയ്ക്കുന്ന സമ്പ്രദായങ്ങള്, ഇതെല്ലാം തന്നെ ഈ രാജ്യതരംഗിണിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നുകൂടി പറയാവുന്ന ഒരു കൺക്ലൂഷൻ, ഒരു കലാപത്തിന്റെ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാജാക്കന്മാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേരിപ്പോരുകളും, സൈനികരുടെയും ധീരശൂരരായ സാമന്ത രാജാക്കന്മാരുടെയും അവരുടെ ഹിംസ്ര സ്വഭാവമുള്ള രാജകീയ ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ദുഷ്ടതകള്, അങ്ങനെയൊക്കെയുള്ള കുറെ വഞ്ചനകള്, അതുപോലെ നിർദ്ദയമായ ഉപജാപങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കലാപത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഒരു വർണ്ണനയായി, ഒരു കലാപത്തിന്റെ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ കാവ്യത്തിനും അതിന്റെ പ്രതിസ്ഫുരണങ്ങൾ അല്ലെങ്കിൽ പ്രതിസ്പന്ദനങ്ങൾ കാണുവാനായിട്ട്, പ്രതിഫലനങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. രാജകൊട്ടാരത്തിലെ ധൂർത്തരായിട്ടുള്ള കുറെ ആളുകളെ, അതുപോലെ തന്നെ വിഷയാസക്തരായ മനുഷ്യരുടെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ മുഴുവൻ, അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യരെ വളരെ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നതിൽ കൽഹണൻ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ അതുപോലെ ഈ വിഷയാസക്തരായവരുടെ അവരുടെ കാമത്തിന് വിധേയകളാകേണ്ടി വന്ന രാജ്ഞിമാരുടെ അവസ്ഥ, പിന്നെ അതുപോലെ തന്നെ രാജ്ഞിമാരുടെ ദുഷ്പ്രവണത, അധികാരമോഹികളുടെ കലഹങ്ങൾ, അവർ നടത്തുന്ന സമരങ്ങൾ, ഇങ്ങനെ നരഹത്യകൾ, ഇതെല്ലാം തന്നെ ഇവിടെ ഈ ചരിത്ര കാവ്യത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കാശ്മീരിലെ അന്നത്തെ വർണ്ണവ്യവസ്ഥ, ഗ്രാമഭരണം, സൈനിക നിയമം, നീതിന്യായ സംവിധാനം, നികുതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ രാജ്യതരംഗിണിയിലെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു ചെറിയ നോട്ട് തന്നിട്ടുണ്ട് മാഷ്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. ഇത്ര പോരെ? ഒരു രാജ്യതരംഗിണി എന്നുള്ള ഒരു ഇതിനെ കുറിച്ച് എഴുതാൻ ഇത്രയും കാര്യങ്ങൾ പോരെ നിങ്ങൾക്ക്? അടുത്തത് നമ്മള് പോകുന്നത്
മധുരാ വിജയം. മധുരാ വിജയം ഒരു സ്ത്രീ കർത്തൃക, അതായത് എഴുതിയിരിക്കുന്നത് ഗംഗാദേവിയായ സംസ്കൃത എഴുത്തുകാരിയായ ഗംഗാദേവിയാണ് മധുരാ വിജയം എഴുതിയിരിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥയാണ്. ഈ ഓഥറിന്റെ, ഗംഗാദേവിയുടെ ഭർത്താവായ കമ്പനൻ എന്നാണ് ഗംഗാദേവിയുടെ ഭർത്താവിന്റെ പേര്. കമ്പനൻ എന്ന രാജാവിന്റെ രാജ്യഭരണ നേട്ടങ്ങൾ, അപ്പൊ രാജ്ഞിയാണ് ഗംഗാദേവി. രാജ്ഞിയായ ഗംഗാദേവി തന്റെ ഭർത്താവായ കമ്പനന്റെ ഭരണകാലമാണ് 1362 മുതൽ 1374 വരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ നോട്ടിനേക്കാൾ അല്പം കൂടുതൽ കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു ഇംഗ്ലീഷ് നോട്ടിനേക്കാൾ അല്പം കൂടുതൽ കാര്യങ്ങൾ മാഷ് നിങ്ങൾക്ക് ഒരു മലയാളം നോട്ട് അയച്ചു തന്നിരുന്നു. അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കമ്പനൻ എന്ന രാജാവിന്റെ, തന്റെ ഭർത്താവായ കമ്പനന്റെ രാജ്യഭരണ നേട്ടങ്ങള്, തെക്കേ ഇന്ത്യയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രകളെയാണ് ഗംഗാദേവി വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥ അവതരിപ്പിക്കുന്നതിലൂടെ മധുരാ വിജയം എന്ന് ഉള്ള കഥയിലെ, ഈ മധുര എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടുത്തെ സൗത്ത് ഇന്ത്യയിലെ മധുരയല്ല കേട്ടോ. അപ്പൊ മധുരാ വിജയം എന്ന കഥയില് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഏകദേശം 1370 75 കാലഘട്ടം. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമാണ് 1362 മുതൽ 74 വരെ. ആരുടെ? കമ്പനന്റെ ഭരണകാലമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എഴുതപ്പെട്ടിരിക്കുന്നത് 1370 75 ഇടയിലാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന രീതി, അതായത് സംസ്കൃത സാഹിത്യത്തിലെ സിദ്ധാന്തങ്ങൾ നോക്കുമ്പോൾ, സമ്പ്രദായങ്ങൾ നോക്കുമ്പോൾ ഒന്നാണ് ഒരു രീതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വൈദർഭി രീതി, പാഞ്ചാലി രീതി തുടങ്ങിയ പ്രത്യേക തരത്തിലുള്ള വേ ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയും. രചനാ സമ്പ്രദായം, അതായത് ഇന്ന രീതിയിലുള്ള രചന. ഇപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രചനാ സമ്പ്രദായമാണ് വൈദർഭി ശൈലിയിലുള്ള വൈദർഭി. അത് ഈ രീതി ഉണ്ടാവുന്നത് ഓരോ ദേശത്തിന്റെയും പേരിലാണ്. ഇപ്പൊ വിദർഭയിൽ രൂപം കൊണ്ട ഒരു തരം സംസ്കൃത കാവ്യരചനാ സമ്പ്രദായമാണ് വൈദർഭി രീതി. അത് ഏറ്റവും എന്താ പറയാ, ഗുണഗണങ്ങളോട് കൂടി, അപ്പൊ ദശഗുണങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോ സെക്കൻഡ് ലാംഗ്വേജിൽ പോകേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ രചനാ സമ്പ്രദായമാണ് വൈദർഭി. അവിടെ മാഷ് എഴുതിയിരിക്കുന്നതിൽ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ മാറ്റാൻ പറ്റില്ല. വൈദർഭി എന്നാണ് കേട്ടോ, വദർഭി എന്നല്ല, വൈദർഭി എന്ന ഇതിലാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത്, ഇതെങ്ങനെയാണ് ഇതിന്റെ ക്രമം? കാവ്യം ആരംഭിക്കുന്നത് തന്നെ ഗണേശസ്തുതിയോട് കൂടിയിട്ടാണ്. ഗണേശസ്തുതി, അതുപോലെ പാർവതി പരമേശ്വര സ്തുതിയോട് കൂടിയിട്ടാണ് കാവ്യം ആരംഭിക്കുന്നത് എന്ന് പറയുന്നു. ഗണേശൻ, പാർവതി പരമേശ്വരന്മാർ എന്നിവരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാവ്യത്തിന്റെ ആരംഭം. മാത്രമല്ല, വാൽമീകി, വ്യാസൻ, കാളിദാസാദികളുടെ പേരുകളും കവയിത്രി അവിടെ വളരെ ബഹുമാനപൂർവ്വം ഓർമ്മിക്കുന്നുണ്ട്, സ്മരിക്കുന്നുണ്ട് എന്നാണ്. ഇനി ഒന്നാമത്തെ ഭാഗത്തില് പറയുന്നത് ബുക്കൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു എന്നും ബുക്കന് ദേവായി എന്ന ഒരു പത്നി ഉണ്ടായിരുന്നു എന്നുമാണ്. ബുക്കൻ എന്ന രാജാവിന്റെ ഭരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഒന്നാം സർഗത്തില് പറയുന്നത്. രണ്ടാം സർഗത്തിലേക്ക് വരുമ്പോൾ ബുക്കന് ദേവായി എന്ന പത്നിയില്, അതായത് ഈ കമ്പനൻ, ഈ ഗംഗാദേവിയുടെ ഭർത്താവിന്റെ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. ഗംഗാദേവിയുടെ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ ബുക്കൻ എന്ന രാജാവിന് ദേവായി എന്ന റാണിയിൽ ജനിക്കുന്ന 3 മക്കളാണ് കമ്പനൻ, കമ്പൻ, സംഗമൻ എന്ന 3 മക്കൾ ജനിക്കുന്നു. കമ്പൻ, സംഗമൻ എന്നീ 3 പുത്രന്മാർ ജനിക്കുന്നതായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുക. മാഷ് ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7 8 അധ്യായങ്ങളുടെ ഒരു ഇതാണ് കണ്ടന്റ് ആണ് പറയുന്നത്. ജസ്റ്റ് ചുമ്മാ നിങ്ങൾ സൂചിപ്പിച്ചാൽ മാത്രം മതി. മൂന്നാമത്തെ അധ്യായത്തിൽ ഈ കമ്പനൻ, അതായത് ഗംഗാദേവിയുടെ ഭർത്താവായ കമ്പനൻ എന്ന രാജകുമാരന്റെ ബാല്യവും വിദ്യാഭ്യാസവും യൗവരാജ്യ അഭിഷേകവും ചിത്രീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ സർഗത്തിലെ കമ്പന രാജകുമാരന്റെ ബാല്യം, വിദ്യാഭ്യാസം, യൗവരാജ്യ അഭിഷേകം തുടങ്ങിയവയാണ് വർണ്ണിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 5ഉം 6ഉം സർഗങ്ങളിലെ ഈ കമ്പനന്റെ രാജ്യഭരണമാണ്. ഹിസ് റൂൾ എന്ന് മാത്രം ജസ്റ്റ് ചുരുക്കി എഴുതിയിട്ടുള്ള മാഷ്. കമ്പനന്റെ രാജഭരണമാണ് 5ഉം 6ഉം സർഗങ്ങൾ. നിങ്ങൾ പോയിന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം നിങ്ങൾ കേട്ടോ. പോയിന്റുകളായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കിത് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് സാധിക്കുക. അപ്പൊ 5ഉം 6ഉം അധ്യായങ്ങളിലെ കമ്പനന്റെ ഭരണകാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭരണ നൈപുണ്യത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു.
പിന്നീട് 7ാമത്തെ ചാപ്റ്ററിൽ രാജാവിന്റെ ആജ്ഞയനുസരിച്ച്, രാജാവിന്റെ ആവശ്യമനുസരിച്ച്, കമ്പന രാജാവിന്റെ ഇംഗിതം അനുസരിച്ച് കവയിത്രി വസന്തകാലത്തെക്കുറിച്ച്, ആ വസന്തകാലത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് 7ാം. അതൊരു ചെറിയൊരു ഒരു കാവ്യഭംഗി വരുത്താനായിട്ട്, കുറച്ച് വർണ്ണനാത്മകമായിട്ട് ഒരു കാവ്യഭംഗി ഉണ്ടാകാനായിട്ട് എഴുതിയിരിക്കുന്നത് മാത്രം. വസന്തകാലത്തെക്കുറിച്ച് സാധാരണ കവികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലഘട്ടമാണല്ലോ വസന്തകാലം. വസന്തകാലത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. 8ാമത്തേല് സൗത്ത് ഇന്ത്യയെ മുഴുവൻ, പ്രത്യേകിച്ച് മുഹമ്മദീയ ആക്രമണങ്ങളിൽ നിന്നും സൗത്ത് ഇന്ത്യയെ രക്ഷിക്കുന്നു എന്നും, അതുപോലെ മുഹമ്മദീയ ആക്രമണങ്ങളിൽ നിന്നും തകർന്ന ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുക, റിനോവേഷൻ ഓഫ് ഹിന്ദു ടെമ്പിൾസ്, അതൊക്കെ എങ്ങനെയാണ് ഹൈന്ദവ ദേവാലയങ്ങളെ പുനരുദ്ധരിക്കുവാൻ സഹായിക്കുന്നതായിട്ടുള്ള വർണ്ണനകളാണ് 8ാമത്തെ സർഗത്തില് കാണുവാനായിട്ട് സാധിക്കുക. ഇങ്ങനെയാണ് ഗംഗാദേവിയുടെ 8 സർഗങ്ങളിലായിട്ടുള്ള മധുരാവിജയം എന്ന കാവ്യം നിലകൊള്ളുന്നത്. ഇപ്പൊ കമ്പന രാജാവിന്റെ കഥ പ്രതിപാദിക്കുന്ന കൃതി ആയതുകൊണ്ട് ഇതിന് വീരകമ്പരായ ചരിതം എന്നൊരു പേരും കൂടി ഉണ്ട്. അതൊന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. വീരകമ്പരായ ചരിതം എന്ന പേരിലും അറിയപ്പെടുന്നു. വീരരസ പ്രധാനമാണ്. നായകന്റെ യുദ്ധയാത്രകള്, എന്താ പറയാ, വീരോചിതമായ പോരാട്ടങ്ങള്, ഇതൊക്കെയാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. കേവലം എനിക്ക് തോന്നുന്നു ഒരു ശൃംഗാരരസം കാണാൻ സാധിക്കുക ആ വസന്തകാല വർണ്ണനയിലായിരിക്കാം. പിന്നെ ചില 5ാം സർഗത്തിലെ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായ ചില വർണ്ണനകളിലും മാത്രമാണ് ശൃംഗാര രസോചിതമായ വർണ്ണന. ബാക്കിയെല്ലാം വീരരസ പ്രധാനമായിട്ടുള്ള വർണ്ണനകളാണ്. സമകാലിക ജീവിത രീതിയെക്കുറിച്ച് അധികമൊന്നും വിവരങ്ങൾ മധുരാവിജയത്തിൽ കിട്ടുന്നില്ല. പക്ഷെ ഈ കൃതിയിൽ വർണ്ണിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതര ചരിത്ര വസ്തുതകളോട് തികച്ചു യോജിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് സാരം. അപ്പൊ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഇരുളടഞ്ഞ ആദ്യകാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശാനായിട്ട് ഗംഗാദേവിയുടെ മധുരാവിജയം സഹായിക്കുന്നു എന്ന കാര്യത്തില് സംശയമില്ല. ഇതാണ് ഈ മഹാഭാരതത്തില് പറയുന്ന മധുര തന്നെയാണോ ഈ മധുര? അതെ, നോർത്ത് ഇന്ത്യയിൽ പറയുന്ന ഒരു മധുരയില്ല. അതെ അതെ, നോർത്ത് ഇന്ത്യൻ മധുര. അതായത് സൗത്ത് ഇന്ത്യയിലുണ്ട്, പക്ഷെ അതല്ല. സൗത്ത് ഇന്ത്യയിലുള്ള മധുര എനിക്ക് തോന്നുന്നു മധുര മീനാക്ഷി ക്ഷേത്രം ഒക്കെ ഇല്ലേ, തമിഴ്നാട്. അതെ, അതല്ല. ഓക്കെ, നമ്മളിനി അടുത്ത ചരിത്രകാവ്യത്തിലേക്ക് പോവാണ്. രഘുനാഥാഭ്യുദയം എന്നാണ് അടുത്ത ചരിത്രകാവ്യം. അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, നിങ്ങളുടെ നോട്ടിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് നോട്ടിൽ വളരെ ചെറുതായിട്ട് രാമഭദ്രാംബയാണ് അത് രചിച്ചിരിക്കുന്നത് എന്നും തഞ്ചാവൂർ രാജാക്കന്മാരെ കുറിച്ച് ആണ് എന്നുള്ള വളരെ ചെറുതായിട്ടുള്ള ഒരു വർണ്ണന മാത്രമേ ഉള്ളൂ. അത് സംസ്കൃത സാഹിത്യ ചരിത്രത്തിലും വളരെ കുറവ് തന്നെയുള്ളൂ. അധികം വർണ്ണനകളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മാഷൊന്ന് സൂചിപ്പിക്കാം. രാമഭദ്രാംബയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓദർ രാമഭദ്രാംബയാണ്. അവിടെ പറയും തഞ്ചാവൂര് ഭരിച്ചിരുന്ന നായകരാജ, അതായത് നായക് രാജവംശം എന്ന് പറയും. നായക രാജവംശ രാജാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു മഹാകാവ്യമാണ് AD 17ാം നൂറ്റാണ്ടിൽ രചിച്ച രഘുനാഥാഭ്യുദയം. അപ്പൊ AD 1614 മുതലാണ് തഞ്ചാവൂർ ഭരിച്ച പണ്ഡിതനും സാഹിത്യ ആരാധകനുമായിരുന്ന രഘുനാഥൻ എന്ന രാജാവിനെയാണ് ഇതിൽ നായകനാക്കിയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ തന്നെ പത്നിയായ രാമഭദ്രാംബ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുല്ലോ മധുരാവിജയം എഴുതിയ ഗംഗാദേവി അല്ലെ, തന്റെ ഭർത്താവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. രഘുനാഥൻ എന്ന തന്റെ ഭർത്താവിനെ കുറിച്ച് രാമഭദ്രാംബ എഴുതുന്ന ആണ് ഈ മഹാകാവ്യം അല്ലെങ്കിൽ ഈ ചരിത്രകാവ്യം എന്ന വിഷയം. ഇതില് ഭാര്യയ്ക്ക് എപ്പോഴും ഭർത്താവിനെ എപ്പോഴും ദൈവികമായിട്ട് ചിന്തിക്കാണല്ലോ, വീരപുരുഷനായിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് നായകനായ രാജാവ് രഘുനാഥനെ ഇവിടെ ഭാര്യ എന്താ പറയാ പരിഗണിക്കുന്നത്, ഷി കൺസിഡേഴ്സ് ഹിം ആസ് എ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് ശ്രീരാമ. ശ്രീരാമന്റെ ഇൻകാർണേഷൻ ആയിട്ട്, അവതാര പുരുഷനായിട്ടാണ് കവയിത്രി തന്റെ ഭർത്താവിനെ കാണുന്നത് എന്ന് സാരം. അപ്പൊ രഘുനാഥന്റെ രാജ്യഭരണ കാര്യങ്ങള്, മുൻഗാമികളുടെ ചരിത്രം, സമകാലിക സംഭവങ്ങള്, ഇതൊക്കെയാണ് രഘുനാഥാഭ്യുദയത്തില് വർണ്ണിച്ചിരിക്കുന്നത്. 1935 ഇങ്ങനെ 17ാം നൂറ്റാണ്ടിലാണ് എഴുതിയെങ്കിലും 1935, അതായത് 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയില് മദ്രാസിൽ നിന്നും ഇത് രഘുനാഥാഭ്യുദയം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് ഉള്ളൂ. പിന്നെ 12 കാണ്ഡങ്ങളായിട്ടാണ് രഘുനാഥാഭ്യുദയം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. തന്റെ ഭർത്താവിന്റെ ചരിത്രം തന്നെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രാമഭദ്രാംബ എന്ന് സാരം. ഇത്രയും കാര്യങ്ങളായാൽ രഘുനാഥാഭ്യുദയായി. ഇത്രയേ ഉള്ളൂ, അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല. അടുത്തത് മൂഷികവംശം. അപ്പൊ മൂഷികവംശത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കേരളീയ ചരിത്രകാവ്യത്തിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ഇതുവരെ എന്താണ്
നമ്മൾ കണ്ടിരുന്നത് ഭാരതീയം അല്ലെ, ഭാരതീയം എന്നുള്ളൊരു തലത്തിലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ഇനി മൂഷിക വംശത്തോടു കൂടെ കേരളീയമായ ചരിത്രകാവ്യങ്ങളിലേക്ക് വരികയാണ്. ആരും എന്തോ പറഞ്ഞു, പക്ഷെ കേട്ടില്ല. ഭാരതീയം എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഡൗട്ട്, അത് മധുര വിജയത്തിലെ ബുക്ക് എന്ന് പറഞ്ഞില്ലേ, അത് ഏത് ഭായ വരണേ? ബലൂന്റെ ബാബുവിന്റെ ബാ, സാധാരണ ഭാരതത്തിന്റെ അല്ല, സാധാരണ ബുക്ക് എന്ന് പറയുന്ന പോലെ. അതന്നെ. ഓക്കെ. മൂഷിക വംശം നമുക്ക് പേര് കേൾക്കുമ്പോൾ തമാശ തോന്നുമെങ്കിലും അങ്ങനെയല്ല ഇത്. മൂഷിക വംശം അതുല കവി, നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നുണ്ടോ? വലുതാക്കാൻ പറ്റുന്നുണ്ടോ? അക്ഷരങ്ങൾ കാണുന്നുണ്ടോ? വലുതാക്കണോ? അക്ഷരങ്ങൾ വലുതാക്കണോ? വലുതാവുന്നില്ലോ. ഞങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ലേ? ഇതിൽ വലുതാവുന്നില്ല. ഓക്കെ. അപ്പോ അതുല കവി, ഒന്നാമത്തെ പോയിന്റ് മാഷ് അവിടെ എഴുതാൻ കാരണം അതുല കവിയാൽ എഴുതപ്പെട്ടതാണ് എന്നാണ്. ഉള്ളൂര് പറയുന്നുണ്ട്, പ്രാചീന കേരളത്തെ പരാമർശിക്കുന്ന കോലത്തുനാട്ട് രാജാക്കന്മാർ, കാരണം ഇവർ കോലത്തിരിമാരെന്നാണ് അറിയപ്പെടുക, കോലത്തുനാട്ട് രാജാക്കന്മാർ, അവരുടെ വംശത്തെ അനുകീർത്തനം ചെയ്യുന്ന ഒരു സംസ്കൃത ചരിത്ര കാവ്യമാണ് മൂഷിക വംശം എന്നാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കേരള സാഹിത്യ ചരിത്രം ഉണ്ടല്ലോ, വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് കേരള സാഹിത്യ ചരിത്രം. അപ്പൊ ഈ ചരിത്ര കാവ്യങ്ങളെ കുറിച്ചും കേരള സാഹിത്യ ചരിത്രത്തെ കുറിച്ചൊക്കെ റെഫറൻസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രം. അപ്പൊ ആ സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ പറയുന്നത്, പ്രാചീന കേരളത്തെ പരാമർശിക്കുന്ന കോലത്തുനാട്ട് രാജാക്കന്മാരുടെ വംശത്തെ അനുകീർത്തനം ചെയ്യുന്ന ഒരു സംസ്കൃത ചരിത്ര കാവ്യമാണ് മൂഷിക വംശം. ഇത് അതുലനാണ് എഴുതിയത് എന്നതിനുള്ള വലിയ തെളിവാണ്. അതിൽ തന്നെ ഇത്യതുലകൃതവും മൂഷിക വംശേ എന്ന് പറയുന്ന ഒരു വരി നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ഇത്യതുലകൃതവും മൂഷിക വംശേ എന്ന് അതുല കവിയാൽ എഴുതപ്പെട്ട മൂഷിക വംശം എന്നാണ് അർത്ഥം. ഇത്യതുലകൃതവും മൂഷിക വംശേ, അതുലനാൽ എഴുതപ്പെട്ട മൂഷിക വംശം. അത് അപൂർണമാണ് കേട്ടോ, കൃതി അപൂർണമാണ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് വർക്കാണ്, കണ്ടെടുത്തിട്ടില്ല, മുഴുവൻ താളിയോലകളും കണ്ടെടുത്തിട്ടില്ല. 1058 ശ്ലോകങ്ങളോട് കൂടിയിട്ടുള്ള ഒരു താളിയോലയാണ് ആകെ ഇതുവരെയ്ക്കും കണ്ടെടുത്തിട്ടുള്ളത് എന്ന് സാരം. അപ്പൊ എന്താണ് അവിടെ പറയണതെന്ന് നോക്കാം നമുക്ക്. കൂടുതലായിട്ടും 15 ലേറ്റർ നോൺ ആസ് കോലത്തിരി, അതായത് അവിടുത്തെ രാജാക്കന്മാർ അറിയപ്പെടുന്ന പേരാണ് കോലത്തിരിമാര്, കോലത്ത് രാജാക്കന്മാര്. 1058 വരികളാണ്. ബിഗിനിങ് വിത്ത് പരശുരാമ സ്റ്റോറി. ഇനി എങ്ങനെയാണ് ഇതിന്റെ കണ്ടന്റ്, കഥ, ഈ നമ്മുടെ മൂഷിക വംശത്തിന്റെ കഥയുടെ ആരംഭം? ഇപ്പൊ പരശുരാമയുടെ ഒരു മിത്ത് ഉണ്ടല്ലോ, എന്താണ്, പരശുരാമൻ വീണ്ടെടുത്ത കേരളാണെന്നുള്ള ഒരു മിത്ത് ഉണ്ട്. പിന്നെ പരശുരാമന് ക്ഷത്രിയരോടൊക്കെ വളരെ വലിയ വിദ്വേഷമായിരുന്നു എന്നും ക്ഷത്രിയരെ ഒക്കെ വധിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പരശുരാമൻ കൂട്ടത്തോടെ ക്ഷത്രിയരെ എല്ലാം കൊന്നൊടുക്കുന്ന ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു മിത്ത് പറഞ്ഞ് അവതരിപ്പിച്ചിട്ടാണ് കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തില് ഇതിന്റെ കഥ ഏതോ ഒരു സിനിമയുടെ കഥ പോലെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന കാലത്ത് മാഹിഷ്മതി എന്നൊരു നഗരത്തില്, കേൾക്കുന്നില്ല എല്ലാവരും? ആരും ഉറങ്ങണമെന്നില്ലല്ലോ? കേൾക്കുന്നുണ്ട്. ഇത് നമ്മള് ഏതോ ഒരു, ഞാൻ പറഞ്ഞു വരുമ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയായിട്ട് തോന്നാം. അതായത് മാഹിഷ്മതി എന്ന നഗരത്തില് ഗർഭിണിയായ ഒരു രാജ്ഞി തന്റെ ഭർത്താവ് വധിക്കപ്പെട്ടതിനെ ഓർത്ത്, തന്റെ ഭർത്താവ് എന്താ പറയാ വധിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഓടി രക്ഷപ്പെടാൻ തീരുമാനിക്കുകയാണ് ഈ രാജ്ഞി. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചപ്പോ അവിടുത്തെ പുരോഹിതൻ, അവിടുത്തെ രാജകൊട്ടാരത്തിലെ പുരോഹിതൻ മാത്രമാണ് ഈ രാജ്ഞിയെ സഹായിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ആത്മഹത്യക്ക് ഒരുങ്ങാണ് ഈ റാണി. കാരണം തന്റെ വയറ്റിൽ കുഞ്ഞുണ്ട്, പക്ഷെ ഇനി രക്ഷയില്ല എന്നിട്ട് ആത്മഹത്യ വരുമ്പോൾ ഈ പുരോഹിതൻ സമാശ്വസിപ്പിക്കുകയാണ്. എന്ത്, വേണ്ട, നീ അങ്ങനെ ആത്മഹത്യ ചെയ്യരുത്. നിന്റെ പ്രാണൻ മാത്രമല്ല, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. നിനക്ക് പ്രാണനെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ നിന്നിൽ കുടികൊള്ളുന്ന ഭർത്താവിന്റെ കുലപരമ്പര, നിന്റെ വയറ്റിലുള്ള ഭർത്താവിന്റെ കുലപരമ്പരയെ നീ ഒരിക്കലും നശിപ്പിക്കരുത്. ഭർത്താവ് വധിക്കപ്പെട്ടു, അതുകൊണ്ട് ഇങ്ങനൊരു വംശാങ്കുരം ഉണ്ടായിട്ടുള്ള കാര്യം ജനങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതുകൊണ്ട് നീ എവിടെയെങ്കിലും പോയി താമസിച്ച് നിന്റെ ജീവനോടൊപ്പം നിന്നിൽ വളരുന്ന കുഞ്ഞിനെയും രക്ഷിക്കുക. ഈ പുരോഹിതൻ അഡ്വൈസ് ചെയ്യേണ്ടതാണ്. ഈ രാജപുരോഹിതൻ ഈ റാണിയെ, മാഹിഷ്മതി എന്ന നഗരത്തിലെ ഗർഭിണിയായ രാജ്ഞി തന്റെ ഭർത്താവ് വധിക്കപ്പെട്ടപ്പോൾ ആത്മഹത്യക്ക് ഒരുങ്ങി നിന്നപ്പോൾ അവിടെ വെച്ച് അവിടുത്തെ രാജപുരോഹിതൻ അവളെ ഉപദേശിക്കുകയാണ്, ഒരിക്കലും ചെയ്യരുത്, നീ എവിടെയെങ്കിലും പോയി താമസിച്ചോ,
ഒളിച്ചു താമസിച്ചോ? നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്, അത് ഈ രാജാവിന്റെ വംശത്തിന്റെ അങ്കുരമാണ്. അപ്പൊ ഈ രാജവംശത്തിന് ഈ വംശാങ്കുരം ഉണ്ടായിട്ടുള്ള കാര്യം ആർക്കും അറിയില്ല. അതുകൊണ്ട് നീ എവിടെയെങ്കിലും പോയി താമസിച്ച് നിന്റെ ജീവനോടൊപ്പം നിന്നിൽ വളരുന്ന കുഞ്ഞിനെയും രക്ഷിക്കുക. അവൻ വളർന്ന് ക്രമേണ ഈ വംശാങ്കുരം വളർന്ന് ഭൂമിയെ രക്ഷിച്ചുകൊള്ളും എന്ന് പറയാണ്. അങ്ങനെ രാജ്ഞി എന്ത് ചെയ്യാണ്? സോറി, അങ്ങനെ രാജ്ഞി എന്ത് ചെയ്യാണ്? ഈ ഉപദേശം കേട്ട് അവൾ കുറേ നടന്ന് ഒരു സമുദ്രത്തിന്റെ കരയിലെത്തുകയും, ആ സമുദ്രത്തിന്റെ കര ഏഴിമല എന്നാണ് അറിയപ്പെടുന്നത്. ഏഴിമല. ആ ഏഴിമലയാണ് ആ പ്രദേശത്ത്. അവിടെ ഒരു മലയുടെ ഉള്ളിലുള്ള ഒരു ഗുഹയിൽ കടന്നിരിക്കുകയാണ് ഈ റാണി, മാഹിഷ്മതിയിലെ റാണി. അങ്ങനെ തുടർന്നുള്ള വർണ്ണനയിലെ അവിടുത്തെ പർവ്വത ദേവതയുടെ അനുഗ്രഹം ലഭിച്ച റാണി ഒരു പുത്രനെ പ്രസവിക്കുന്നു. ഈ പ്രസവിച്ചതും ആ കുമാരൻ ക്ഷത്രിയ വംശത്തോട് പ്രീതനായി തീർന്ന പരശുരാമന്റെ എന്താ പറയാ കൈകൊണ്ട് തന്നെ ഘടാഭിഷിക്തനാവുകയാണ്. അതായത് ഈ രാജാവ്, ഈ മകൻ വീരപുരുഷനായി വളരുകയും ആ ക്ഷത്രിയന്മാരോടൊക്കെ അപ്രിയമുണ്ടായിരുന്ന പരശുരാമൻ തന്നെ ഇവന്റെ വീര്യവും ഇവന്റെ ശൗര്യവും ഒക്കെ കണ്ടിട്ട് അഭിഷേകം ചെയ്യാണ്, ഘടാഭിഷിക്തനാവുകയും അങ്ങനെ രാമഘടമൂഷികൻ എന്ന പേര്, അല്ലാണ്ട് നമ്മൾ പറയുന്ന പോലല്ല, ആ രാജ്യാഭിഷേകം പരശുരാമൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ആ ഏഴിമല പ്രദേശത്ത് തന്നെ, അവിടെയാണല്ലോ ജനിച്ചു വളർന്നത്, അവിടെ അദ്ദേഹം രാജ പദവിക്ക് കൊടുത്ത പേരാണ്, രാജാവിന് കൊടുത്ത സ്ഥാനപ്പേരാണ് രാമഘടമൂഷികൻ എന്ന പേര് നേടിയതും. അങ്ങനെ ഏഴിമലയുടെ രാജാവായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ രാമഘടമൂഷികൻ ഏഴ രാജ്യത്ത് കോലപ്പട്ടണം എന്നൊരു രാജധാനി നിർമ്മിച്ചു എന്നും, ആ രാജാവിന്റെ കാലം മുതൽ കാവ്യം രചിക്കുന്ന കാലത്ത് നാടുവാണിരുന്ന ശ്രീകണ്ഠ രാജാവ്, ഈ കാവ്യം രചിക്കുന്ന കാലഘട്ടത്തിലെ അന്ന് ഈ രാമഘടമൂഷികന്റെ പിന്നീട് വന്നിട്ടുള്ള രാജാക്കന്മാര്, അതില് ശ്രീകണ്ഠൻ എന്ന രാജാവ് അടക്കമുള്ള ഭരണാധിപന്മാരുടെ ചരിത്രമാണ് അതുലകവി മൂഷിക വംശത്തിലെ. അതുകൊണ്ടാണ് ഈ പേര് മൂഷിക വംശം എന്ന് പറഞ്ഞത്. തുടക്കാരാണ്? രാമഘടമൂഷികൻ. അത് മനസ്സിലായോ? ആ റാണിക്ക് ഏഴിമല പ്രദേശത്ത് ഗുഹയില് താമസിച്ച് അവിടുത്തെ പർവ്വത ദേവതയുടെ അനുഗ്രഹം കൊണ്ട് ജനിച്ച മകനാണ് ഈ രാമഘടമൂഷികൻ. ഈ രാമഘടമൂഷികനെ രാജാവാക്കുന്നത് പരശുരാമനാണ്. കാരണം പരശുരാമൻ ആദ്യം ക്ഷത്രിയന്മാരോടൊക്കെ വെറുപ്പും ദേഷ്യമായിരുന്നു. പക്ഷെ ആ പരശുരാമനാൽ തന്നെ ഇവന്റെ വീര്യവും ഇവന്റെ ശൗര്യവും ഒക്കെ കണ്ട് ഇദ്ദേഹത്തെ ഏഴിമലയുടെ രാജാവാക്കി തീർക്കുന്നു. പിന്നെ അതിനുശേഷം വന്ന രാജാക്കന്മാർ ഏതുവരെ? അതുലകവി ഈ ചരിത്രകാവ്യം എഴുതുന്നത് വരെ ഉള്ള, അതായത് ഒരുപക്ഷെ അതുലകവി ശ്രീകണ്ഠൻ എന്ന അവസാനത്തെ രാജാവിന്റെ രാജകൊട്ടാരത്തിലെ കോർട്ട് പോയിന്റ് ആവാം, രാജകൊട്ടാരത്തിലെ കവിയാവാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പൂർവികന്മാരുടെ, ശ്രീകണ്ഠന്റെ പൂർവികന്മാരായ രാമഘടമൂഷികൻ തൊട്ടുള്ള രാജാക്കന്മാരുടെ കഥ മൂഷിക വംശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനെ മൂഷിക വംശത്തിന്റെ ആദ്യത്തെ 6 സർഗങ്ങൾ രാജവംശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ നിറഞ്ഞതാണ്. ആദ്യത്തെ ഒരു 1 മുതൽ 6 വരെയുള്ള സർഗങ്ങള് കുറെ ഐതിഹ്യങ്ങളാണ്. അപ്പൊ 1 മുതൽ 6 വരെ അങ്ങനെയാണ്. അതിനുശേഷം 7 മുതൽ 11 വരെ, ഇവിടെ സ്ലൈഡിൽ ഉണ്ടോന്ന് നോക്കട്ടെ, ഇല്ല, വിശാഖവിജയത്തിലേക്ക് പോയി. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ഒന്ന് നോട്ട് ചെയ്യാം. മൂഷിക വംശത്തിന്റെ ഘടന പ്രകാരമാണ് 1 മുതൽ 6 വരെയുള്ള സർഗങ്ങള് 15 ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ, മുകളിൽ പറഞ്ഞു 15 കാണ്ഡങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, ഇൻകംപ്ലീറ്റ് ആണെന്നും പറഞ്ഞു. അപ്പൊ 1 മുതൽ 6 വരെയുള്ള സർഗങ്ങളെ കുറെ ഐതിഹ്യ കഥകളാണ്. രാജവംശ സ്ഥാപനവുമായി, രാമഘടമൂഷികനാൽ സ്ഥാപിക്കപ്പെട്ട രാജവംശ സ്ഥാപനവുമായിട്ടുള്ള ഐതിഹ്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് 1 മുതൽ 6 വരെയുള്ള സർഗങ്ങൾ. 7 മുതൽ 11 വരെയുള്ള സർഗങ്ങൾ, 7 മുതൽ 11 വരെയുള്ള സർഗങ്ങള് പിന്നീട് വന്ന 95ഓളം രാജാക്കന്മാര്, അതായത് രാമഘടമൂഷികന് ശേഷം പിന്നീട് വന്ന 95 രാജാക്കന്മാരുടെ ചരിത്രമാണ് വർണ്ണിക്കുന്നത്. അതിൽ 11ാമത്തേലാണ് ഈ ഒരു കാവ്യത്തിനോടുള്ളതിലേറെ ഒരു വംശാവലിയോടാണ്, അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് 11ാമത്തെ സർഗത്തിലെ ശ്ലോകങ്ങൾ എഴുതിയിരിക്കുന്നത്, 7 മുതൽ 11 വരെയുള്ളത്. ഇനി 11 മുതൽ 14 വരെ അടുത്ത ഭാഗമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പറയാണ്. 11ാം സർഗം മുതൽ 14ാം കാണ്ഡം വരെ, 11ാം കാണ്ഡം മുതൽ 14ാം കാണ്ഡം വരെ 19 രാജാക്കന്മാർ, പിന്നീട് വന്ന 19 രാജാക്കന്മാരുടെ ചരിത്രം.
15 ഏറ്റവും അവസാനത്തില് ഞാൻ പറഞ്ഞല്ലോ ശ്രീകണ്ഠ രാജാവ്, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു അതുല കവി. അപ്പൊ ശ്രീകണ്ഠ രാജാവിന്റെ അഭിഷേകത്തിന്റെ വർണ്ണനയോടെ ആരംഭിച്ച് അദ്ദേഹത്തിന്റെ ഭരണം വിസ്തരിക്കുകയാണ്. അവിടെയാണ് ഉത്തര കേരളത്തിലെ നദികള്, അതുപോലെ ക്ഷേത്രങ്ങള്, നഗരങ്ങള്, ജനപദങ്ങള് ഇവയൊക്കെ വർണ്ണിച്ചിട്ടുള്ളതിന് ചരിത്ര ദൃഷ്ട്യാ വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ 52 പദ്യങ്ങളിൽ അപൂർണമായി അവസാനിപ്പിച്ചിട്ടില്ല ഈ 15ാമത്തെ കാണ്ഡം എന്ന് സാരം. ഇതാണ് മൂഷിക വംശത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ഘടന. ആ 15ാമത്തെ ഒന്നും കൂടെ പറയോ? പറയാം, ഒന്നും കൂടി ആദ്യം തൊട്ട് പറയാം. മൂഷിക വംശത്തിന്റെ ഘടന പ്രകാരമാണ് 1 മുതൽ 6 വരെയുള്ള കാണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ സർഗം നമ്മൾ നേരത്തെ തരംഗങ്ങൾ പല പേരിൽ അറിയപ്പെടുന്നു. 1 മുതൽ 6 വരെയുള്ളത് രാജവംശ സ്ഥാപനം, അതായത് ഞാൻ പറഞ്ഞ ആദ്യ കഥയുണ്ടല്ലോ, രാമഘട മൂഷികൻ എന്ന ഒരു രാജകുമാരൻ. രാമഘട മൂഷികൻ എന്ന് പിന്നീടുണ്ടായ പേരാണ് കേട്ടോ. ആദ്യം ആ മാഹിഷ്മതിയിലെ രാജ്ഞിക്ക് ഒരു മകൻ, ഒരു പുത്രൻ ജനിക്കുന്നു എന്ന് പറയുന്നത്, ഒരു കുമാരൻ ജനിക്കുന്നു. ആ കുമാരനെ പരശുരാമൻ തന്നെയാണ് രാമഘട മൂഷികൻ എന്ന പേര് നൽകി ഏഴിമലയുടെ രാജാവാക്കി തീർക്കുന്നത്. അങ്ങനെ വംശസ്ഥാപനത്തെ കുറിച്ച് പറയാണ് 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ. പിന്നീട് 7 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലാണ് ആ രാമഘട മൂഷികന് ശേഷം വന്ന 95 രാജാക്കന്മാർ. അതാ ഞാൻ പറഞ്ഞത്, അത് നമുക്ക് എഴുതാൻ പറ്റില്ല, അത്ര പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾ ഇത്ര മാത്രമേ എഴുതിയാൽ മതി. പിന്നീട് വന്ന 95 രാജാക്കന്മാരെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. അതിലെ 11ാമത്തെ സർഗം വളരെ എന്താ പറയാ, ഒരു കറക്റ്റ് ഒരു വംശാവലിയെ പോലെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നീട് 11 മുതൽ എന്താ പറയാ 11 മുതൽ 14 വരെയുള്ള സർഗങ്ങളില് 19 രാജാക്കന്മാരുടെ വർണ്ണനയാണ് ഇവിടെ 11 മുതൽ 14 വരെയുള്ള സർഗങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പേരൊന്നും അവിടെ പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. 15ാമത്തെ സർഗത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവ്, എന്താണ് അവസാനത്തെ രാജാവ് എന്ന് പറയാൻ കാരണം, അതുലകവി ജീവിച്ചിരുന്നത് ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ശ്രീകണ്ഠ രാജാവിന്റെ അഭിഷേകത്തിന്റെ വർണ്ണന, കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള രാജാവാണ്. അപ്പൊ ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ അഭിഷേക വർണ്ണന അതിൽ ആരംഭിച്ച് ശ്രീകണ്ഠ രാജാവിന്റെ ഭരണം, ഉത്തര കേരളത്തിലെ നദികൾ, നമ്മുടെ കേരളത്തിന്റെ ഉത്തരഭാഗത്തെ നദികൾ, ഏഴിമല എന്നാണല്ലോ പറയുന്നത്, ക്ഷേത്രങ്ങൾ, നഗരങ്ങൾ, ജനപദങ്ങൾ തുടങ്ങിയവയൊക്കെ വർണ്ണിച്ച് അങ്ങനെ ആ കാവ്യം 52 ശ്ലോകങ്ങളേ ഉള്ളൂ ആ അവസാനത്തെ സർഗത്തില്. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. അത് എന്താ കാരണം എന്നറിയില്ല. ഒരുപക്ഷെ താളിയോലകൾ കിട്ടാതെ ആകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ കവിയുടെ എന്താ പറയാ സ്വർഗപ്രാപ്തി ആവാം, എന്തോ ആവാം, നമുക്കൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പൊ എന്തുകൊണ്ടോ 52 പദ്യങ്ങളിൽ അപൂർണമാണ് ഈ സർഗത്തോടെ മൂഷിക വംശം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മൂഷിക വംശം എന്ന കാവ്യം വരുമ്പോൾ നിങ്ങൾ എഴുതി ചേർക്കേണ്ടത് എന്ന് സാരം. പിന്നീട് 14ാം നൂറ്റാണ്ടായപ്പോഴേക്കും മൂഷിക വംശം കോലത്തിരി രാജാക്കന്മാരുടെ കീഴിലായി എന്ന് പറയുന്നുണ്ട്. 14ാം നൂറ്റാണ്ടോട് കൂടെ ഇത് കോലത്തിരി രാജവംശം, മൂഷിക വംശം കോലത്തിരിമാരുടെ കീഴിലായി തീർന്നു. പിന്നീട് അവർ കോലത്തിരിമാരെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും ഉണ്ടല്ലോ കോലത്തിരിമാരെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. NV കൃഷ്ണവാര്യരൊക്കെ പറഞ്ഞിരിക്കും മൂഷിക വംശത്തിൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഏതെല്ലാമെന്ന് വ്യക്തമായി മനസ്സിലാക്കാനും അവയിൽ ശിലാരേഖകളെ ഒക്കെ കിട്ടാനും കഴിഞ്ഞാൽ അവ ഈ കാവ്യത്തിന്റെയും കേരള ചരിത്രത്തിന്റെയും മൂടിക്കിടക്കുന്ന ഭാഗങ്ങളിലേക്ക് വെളിച്ചം വീശിയേക്കാം എന്ന് NV കൃഷ്ണവാര്യര് പറഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മൂഷിക വംശത്തെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാമെന്ന് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് വിശാഖ വിജയം. ഈ സാധാരണ അന്നത്തെ കാലഘട്ടത്തിലെ രാജാക്കന്മാരൊക്കെ നാളിന്റെ പേരിലാണ് അറിയപ്പെടുക. ഇപ്പൊ ആയില്യം തിരുനാൾ മഹാരാജാവ്, ഉത്രാടം തിരുനാൾ മഹാരാജാവ്, വിശാഖം തിരുനാൾ മഹാരാജാവ്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഒരു വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ ബന്ധപ്പെട്ട ഒരു കാവ്യമാണ് ഇത് വിശാഖ വിജയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം എന്താണ് വിശാഖ വിജയത്തിൽ പറയുന്നതെന്ന് നോക്കാം. സെക്കൻഡ്. വിശാഖ വിജയം നമുക്കറിയാം, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ആരാണ് കർത്താവ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെയാണ് വിശാഖ വിജയം എന്ന ചരിത്രകാവ്യം. ഈ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആർക്കും പറയാം? നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ സംസാരിക്കാം കേട്ടോ. എന്തുകൊണ്ടാണ് വിശാഖ വിജയം എന്ന ചരിത്രകാവ്യത്തിന്റെ കർത്താവായ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും അറിയോ?
കാളിദാസ് ആരാന്ന് ആർക്കെങ്കിലും അറിയോ? കാളിദാസിന്റെ വിശ്വപ്രസിദ്ധമായ നാടകം ഏതാണെന്നറിയോ? കാളിദാസിന്റെ പ്രസിദ്ധമായ നാടകം ഏതാണെന്നറിയോ? ശാകുന്തളത്തിന്റെ ട്രാൻസ്ലേഷൻ അതെ, മലയാളത്തിലേക്ക് ശാകുന്തളം വിവർത്തനം ചെയ്തത് ഈ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നു. കേട്ടോ? നിങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പഠിച്ചേ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ പഠിച്ചിട്ട് ആകെ എവിടെ നിന്ന് എടുക്കണം, തലയുടെ ഏത് ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ വെച്ചിരിക്കണേന്ന് അറിയാത്തതിന്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടാത്തത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വിഷമമില്ല എനിക്ക്. നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചതിന്റെ ഒരു ഇതായിരിക്കാം, ഒരു ഹാങ് ഓവർ എന്നൊക്കെ പറയില്ലേ, പഠിക്കണതിന്റെ വിഷമില്ല, കുഴപ്പമില്ല കേട്ടോ. അപ്പോ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ചരിത്ര കാവ്യമാണ് തിരുവിതാംകൂർ രാജ്യത്തിന്റെ രാജവംശ ചരിത്രമാണ് ഇതിലേക്ക് വെളിച്ചം വീശുന്നത്. തിരുവിതാംകൂർ രാജവംശമാണ് ഇതിലേക്ക് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കൃതിയാണിത്. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യത്തോടു കൂടെ പരിഗണിക്കേണ്ട ഒരു കൃതിയാണ് എന്ന് സാരം. ഇനി കൃതിയിലേക്ക് കടക്കുന്നതിന് മുൻപ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ മറ്റ് കൃതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ഷമാപണ സഹസ്രം, യമപ്രണാമ ശതകം, ശ്രീപത്മനാഭപദ പത്മശതകം തുടങ്ങിയ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ സംസ്കൃത കൃതികളാണ്. ഇനി മലയാളത്തിലെ അദ്ദേഹത്തിന്റെ കൃതികളാണ് മയൂര സന്ദേശം, അക്ബർ, മണിപ്രവാള ശാകുന്തളം. ഇതൊക്കെ മലയാളത്തിലുള്ള അദ്ദേഹത്തിന്റെ കൃതികളായിട്ട് അറിയപ്പെടുന്നു. ഇനി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എഴുതിയ വിശാഖ വിജയം എന്ന ചരിത്ര കാവ്യത്തില് എത്ര അധ്യായങ്ങളാണുള്ളത്? 20 അധ്യായങ്ങളാണുള്ളത്. 20 അധ്യായങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. 1300 ശ്ലോകങ്ങളുണ്ട്. 1300 ശ്ലോകങ്ങളിൽ 20 സർഗങ്ങൾ. ഇപ്പൊ കാവ്യങ്ങളിൽ സാധാരണ അധ്യായങ്ങളെ സർഗങ്ങൾ എന്ന പേരിലാണല്ലോ അറിയപ്പെടുക. അപ്പൊ 20 സർഗങ്ങളിൽ 1300ഓളം ശ്ലോകങ്ങളുള്ള ഒരു ചരിത്ര കാവ്യമാണ് വിശാഖ വിജയം. 1880-നും 85-നും തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ രാജഭരണതന്ത്രങ്ങൾക്കും വ്യക്തിത്വത്തിനും പരമപ്രാധാന്യം നൽകിക്കൊണ്ട് എഴുതപ്പെട്ട ഒരു കൃതിയാണ് ഏത്? വിശാഖ വിജയം. 1880-നും 1885-നും ഇടയില് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ ചരിത്രത്തെ പ്രതിപാദിക്കുന്ന ഒരു കാവ്യമാണ് വിശാഖ വിജയം. ഒരു പ്രണയകാവ്യത്തിന്റെ ഹൃദ്യതയുണ്ട്, അത് പറയാം, എന്താ കാരണം എന്ന് പറയാം. അപ്പൊ ഇദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന രാജാവാണ് ആയില്യം തിരുനാൾ മഹാരാജാവ്. അപ്പൊ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ ഈ ആയില്യം തിരുനാൾ മഹാരാജാവിനെ കുറിച്ചാണ്, ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ ചരിത്രം പ്രതിപാദിച്ചിരിക്കുകയാണ് ആദ്യത്തെ 5 സർഗങ്ങളിൽ. ഇവിടെയാണ് ഈ ചരിത്രം പറയുന്ന സമയത്താണ് ഈ വിശാഖം തിരുനാൾ മഹാരാജാവിന് ഉണ്ടായിരുന്ന ഒരു പ്രണയം, ആരായിട്ട്? സേതുലക്ഷ്മി ഭായി രാജ്ഞിയായിട്ടുണ്ടായിരുന്ന ഒരു പ്രണയത്തിന് എതിര് നിൽക്കുകയാണ് ആര്? ഈ ആയില്യം തിരുനാൾ മഹാരാജാവ്. അപ്പൊ ആയില്യം തിരുനാൾ മഹാരാജാവ് ഇതിനെതിരെ നിൽക്കുകയും അങ്ങനെ അവർക്ക് നേരിടേണ്ടി വന്ന കുറെ യാതനകള്, കുറെ പ്രതിബന്ധങ്ങള്, ഇതൊക്കെ കഴിഞ്ഞ് അവസാനം വിശാഖം തിരുനാൾ മഹാരാജാവ് ഭരണത്തിലേക്ക് അധികാരമേൽക്കുന്നതോടുകൂടെ ഈ ദാമ്പത്യ ബന്ധം വിജയശ്രീ ലാളിതമാകുന്നു. അങ്ങനെ അവരുടെ ദാമ്പത്യ ബന്ധം വളരെ വിജയപ്രദമാകുന്നു. ഇങ്ങനെയുള്ള ഒരു കഥയാണ്, കുറച്ച് ശൃംഗാരം കൂടിയുള്ള ഒരു കഥയാണ് വിശാഖ വിജയം എന്നുള്ള ചരിത്രകാവ്യം. ഇത്രയേ ഉള്ളൂ നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യം. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ ചരിത്രമാണ് ആദ്യത്തെ 5 അധ്യായങ്ങളില്. കവി പിന്നെ സേതുലക്ഷ്മി ഭായി രാജ്ഞിയുമായി ഉണ്ടായ പ്രണയം, അത് ദാമ്പത്യ ബന്ധത്തിന് ഒരു വലിയ എന്താ പറയാ, പ്രണയത്തിന് ഒരു വലിയ കോട്ടം പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നു. ആ പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്ന് അവസാനം വിശാഖ തിരുനാൾ മഹാരാജാവ് അധികാരത്തിൽ വന്നപ്പോൾ ആ ദാമ്പത്യ ബന്ധം വിജയശ്രീ ലാളിതമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സെക്കൻഡ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനില് എന്താണ് വിശാഖ വിജയത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്? It's a thus it may be considered as a beautiful love story എന്ന് പറയുന്നുണ്ട്. It also contains many autobiographical details. It also describes the departure of the poet
from his beloved and rejoice in their reunion. കഥ അതായത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ പ്രണയം, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ പ്രണയമാണ് ആയില്യം തിരുനാൾ മഹാരാജാവ് കാരണം കുറേയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നത്. കാര്യം മനസ്സിലായോ? കവിയുടെ പ്രണയം, കവിയുടെ ലവ് സ്റ്റോറി തന്നെയാണ്. അത് വളരെയധികം പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരികയും പിന്നീട് വിശാഖം തിരുനാൾ മഹാരാജാവ് വന്നപ്പോൾ ഈ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് അവരുടെ ദാമ്പത്യബന്ധം വിജയപ്രദമാവുകയും ചെയ്യുന്നു. അതാണ് ഇറ്റ് spreads light to the history of Travancore royal family in the second half of 19th century AD. Thus Vishaka Vijaya is a love story as well as a tale of a hero എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വിശാഖ വിജയം ഒരേ സമയം ഒരു പ്രണയ കഥയുമാണ്, അതേസമയം ഒരു ചരിത്ര കാവ്യം കൂടിയായിട്ട് വേണം കരുതാൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ ചരിത്രം പ്രതിപാദിച്ചിരിക്കുന്നു. ഒരു മധുര പ്രണയ കാവ്യത്തിന്റെ ഹൃദ്യതയും വിശാഖ വിജയത്തിനുണ്ട് എന്ന് ഒരു മലയാളം പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ മഹാകാവ്യത്തിലെ ഉപനായകനായ കവിയും കണ്ട ഈ കാവ്യത്തിലെ തന്നെ ഒരു ഉപനായകനാണ് കവി എന്ന് പറഞ്ഞാൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അദ്ദേഹത്തിന്റെ പ്രാണപ്രേയസിയായ സേതുലക്ഷ്മിഭായ് രാജ്ഞിയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിന് ആയില്യം തിരുനാൾ മഹാരാജാവ് നിമിത്തമുണ്ടാകുന്ന തടസ്സങ്ങൾ, അങ്ങനെ ഇതുമൂലം ആ പ്രണയ എന്താ പറയാ ദാമ്പത്യ ബന്ധത്തിന് ഉണ്ടായ യാതനകള്, ഇതൊക്കെ വിശാഖം തിരുനാൾ അധികാരമേൽക്കുന്നതോടുകൂടെ ദാമ്പത്യ ബന്ധം വിജയശ്രീലാളിതമാവുകയും ചെയ്യുന്നു. ഇതാണ് വിശാഖ വിജയം എന്ന കൃതിയുടെ ഒരു പശ്ചാത്തലം എന്ന് വേണമെങ്കിൽ പറയാം. 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലെ തിരുവിതാംകൂർ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് ഏത് വിശാഖ വിജയം എന്ന കൃതി. 1889 ടി ഗണപതി ശാസ്ത്രികൾ, മഹാമഹോപാധ്യായ ടി ഗണപതി ശാസ്ത്രികൾ, ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ടി ഗണപതി ശാസ്ത്രികൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പേര്? ആർക്ക് പറയാം? ടി ഗണപതി ശാസ്ത്രികളെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? ആരാണ്? ആള് മറ്റേ കഴിഞ്ഞ സെമ്മിൽ നമുക്ക് പഠിക്കാൻ തന്നില്ലേ, ഏതൊക്കെയോ കണ്ടെത്തിയിട്ട് പബ്ലിഷ് ചെയ്തു. അതന്നെ, ഭാസനാടകങ്ങള് മാലിക്കര മഠത്തിൽ നിന്നും തിരുവനന്തപുരത്തെ ഇല്ലങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തി അവസാനം ഭാസനാടകങ്ങള് അറിയപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും കണ്ടെത്തിയിരുന്നില്ലല്ലോ. അത് കണ്ടെത്തുന്നത് ടി ഗണപതി ശാസ്ത്രിയാണ്. അങ്ങനെ ടി ഗണപതി ശാസ്ത്രിയാണ് ഈ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഇത് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം തന്നെയാണ്, ടി ഗണപതി ശാസ്ത്രിയാണ് വിശാഖ വിജയവും ആദ്യമായിട്ട് പ്രസാദിച്ചത്. അപ്പൊ ഈ ടി ഗണപതി ശാസ്ത്രി എന്ന് പറയുന്നത്, ടി ഗണപതി ശാസ്ത്രികൾ എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ കണ്ടെടുക്കപ്പെടാത്ത അല്ലെങ്കിൽ പ്രകാശിതമല്ലാത്ത കുറെ താളിയോലകളെ പ്രസിദ്ധീകരിക്കുന്നതിൽ വളരെയധികം എന്താ പറയാ ഗംഭീര പ്രയത്നം തന്നെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 6ാം സർഗം മുതൽ 15ാം സർഗം വരെയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ആദ്യത്തെ സംസ്കരണത്തിൽ ഉണ്ടായത്. പിന്നീട് 20 സർഗങ്ങൾ അടങ്ങുന്ന സമ്പൂർണ്ണ രൂപം 1900 പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. കേരളവർമ്മയുടെ സമഗ്ര വൈഭവവും നിറഞ്ഞു തുളുമ്പുന്ന വിശാഖ വിജയമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കേരള കാളിദാസൻ എന്ന പ്രശസ്തിക്ക് അർഹമാക്കിയത് എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ ഒരു സംസ്കൃത സാഹിത്യത്തിൽ പറയുന്നുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റില്ല. കാളിദാസന്റെ രചനയായി ശാകുന്തളം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി, ഇത് എഴുതേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിശാഖ വിജയം എന്നുള്ള കൃതിയെ കുറിച്ച് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ നിങ്ങൾ ആ ഇംഗ്ലീഷ് നോട്ട് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. അടുത്തത് ആംഗല സാമ്രാജ്യം. KR രാജരാജവർമ്മ എന്ന കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന കവിയാണ് AR രാജരാജവർമ്മ. കേരള പാണിനി. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ കേരള പാണിനി എന്നറിയപ്പെടുന്നത്? ആർക്ക് പറയാം? എന്തുകൊണ്ടായിരിക്കാം AR രാജരാജവർമ്മയെ കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആരെങ്കിലും ഉണ്ടോ? ആർക്കും അറിയില്ല? പറഞ്ഞോ. ഗ്രാമർ. അതെ, അതായത് മലയാളത്തിന്റെ വ്യാകരണം മുഴുവൻ സംസ്കൃത വ്യാകരണത്തെ ഡിപ്പെൻഡ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. മലയാളം പഠിക്കുന്ന ആരും സംസ്കൃതത്തെ മാറ്റി നിർത്തിയിട്ട് മലയാളം പഠിക്കാൻ പറ്റില്ല. അത് ഒരു വലിയൊരു സത്യമാണ്.
എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സംസ്കൃതത്തെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു മലയാള പഠനം സാധ്യല്ല. കാരണം മലയാളത്തിലെ വാക്കുകൾ മുഴുവൻ ഒരു 80% മഷായ് വീഡിയോയിൽ പറഞ്ഞ പോലെ സംസ്കൃതമാണ്. മാത്രമല്ല മലയാളത്തിന്റെ വ്യാകരണം എവിടെ വന്നിരിക്കുന്നത്? സംസ്കൃത വ്യാകരണത്തിലാണ്. അതുകൊണ്ടാണ് AR രാജരാജവർമ്മ കേരള പാണിനീയം എന്ന മലയാള വ്യാകരണ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. കേരള പാണിനീയം. പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയുടെ വ്യാകരണങ്ങളിലെ കുറെയൊക്കെ എടുത്ത് മലയാളത്തിന്റെ ഭാഷയിലേക്ക് വെച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കേരള പാണിനീയം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള പാണിനി എന്നറിയപ്പെടുന്നത്. AR രാജരാജവർമ്മയെ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഇന്ത്യ ഹിസ്റ്ററി, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രമാണ് ഏത് ഈ എന്താ പറയാ ആംഗ്ല സാമ്രാജ്യം എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യൻ ചരിത്ര ഭൂമിശാസ്ത്ര വിഷയങ്ങളൊക്കെ സംസ്കൃതത്തിൽ വളരെ ദുർലഭമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സംസ്കൃതത്തിൽ തന്നെ ഈ ചരിത്രകാവ്യം രചിച്ചു. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രം ലണ്ടൻ നഗരവർണ്ണനയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ നരേഷൻ ഓഫ് ലണ്ടൻ. ഇതിലൊരു പ്രത്യേകത, ചില ഇംഗ്ലീഷ് പേരുകളൊക്കെ ഇങ്ങനെ സംസ്കൃതീകരിച്ച് എഴുതാന്ന് പറയും, സാൻസ്ക്രിറ്റൈസേഷൻ. ഇപ്പൊ തെയിംസ് നദിയിലെ തിംസ നദി, ലണ്ടന നാമധേയം എന്നൊക്കെയുള്ള ചില ശ്ലോകങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അറ്റ്ലാന്റിക് ഓഷ്യനെ എന്താ പറയാ അത്ലാന്തികാബ്ധി എന്ന് പറയും. ഇങ്ങനെ ഈ വെസ്റ്റേൺ നെയിമുകളെ സാൻസ്ക്രിറ്റൈസ് ചെയ്യാന്ന് പറയും, സംസ്കൃതീകരിക്കുന്ന രീതിയിൽ ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രം, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ആംഗ്ല സാമ്രാജ്യത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഇത് ആരംഭിക്കുന്നത് ലണ്ടൻ നഗരത്തിന്റെ വർണ്ണനയോട് കൂടിയിട്ടാണ്. ഇതിന്റെ ചരിത്രം അല്ലെങ്കിൽ ഈ കാവ്യത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ രൂപീകരിക്കുന്നത് മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിന്റെ ചരിത്രമാണ്, ഇന്ത്യയുടെ ചരിത്രമാണ് ആംഗ്ല സാമ്രാജ്യം എന്ന കൃതിയിൽ കാണുവാനായിട്ട് സാധിക്കുക. എന്താ പറയാ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണം മുതൽ 1900 ആണ്ട് വരെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രം വളരെ അടുക്കും ചിട്ടയോടും കൂടെ വർണ്ണിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതില് നമുക്ക് എനിക്കൊരു എതിർപ്പ് തോന്നിയിട്ടുള്ളത്, ഇതില് അവരാണ് ഹീറോ. ആര്? ഇംഗ്ലീഷുകാര്. ബ്രിട്ടീഷ് പീപ്പിൾ ഹീറോയും ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്ന നമ്മുടെ വീരപുരുഷന്മാരും എന്താ പറയാ വീര സ്ത്രീകളെല്ലാം പ്രതിനായക സങ്കല്പത്തിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. പ്രതിനായകൻ എന്താ പറയാ വില്ലന്മാര്. നിങ്ങൾക്ക് മനസ്സിലായ? ഇവിടെയുള്ളവരൊക്കെ വില്ലന്മാര്, അവിടെയുള്ളവരൊക്കെ വളരെ നായക സങ്കല്പത്തിലേക്കാണ് ആംഗ്ല സാമ്രാജ്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് മാത്രം അത്രയ്ക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയാണെന്ന് നമുക്ക് തോന്നില്ല. അതായത് ഇത് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഡൽഹൌസി പ്രഭു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഡൽഹൌസി പ്രഭുവിനെ ധർമ്മപുത്രരായിട്ടാണ് കവി വിവക്ഷിച്ചിരിക്കുന്നത്. ഡൽഹൌസി പ്രഭുവിനെ ധർമ്മപുത്രരായിട്ട്, വെല്ലസി പ്രഭുവിനെ ഇന്ദ്രനായിട്ട്, ഝാൻസി റാണി നമ്മുടെ ഝാൻസി റാണീനെ താടകയായിട്ട്, അപ്പൊ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഝാൻസി റാണീനെ താടകയായിട്ട്, വേലുത്തമ്പി തളവ, രൺജിത് സിംഗ് തുടങ്ങിയവരൊക്കെ രാജ്യദ്രോഹികളൊക്കെ ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോ ആംഗ്ല സാമ്രാജ്യം നമ്മുടെ ശരിയായ ചരിത്രമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആംഗ്ല സാമ്രാജ്യം എഴുതുന്നത് ആരാണ്? ഞാനൊരു പൊളിറ്റിക്കൽ വീക്ഷണത്തിലൂടെ ചിന്തിച്ചതാണ് കേട്ടോ. ആംഗ്ല സാമ്രാജ്യം എഴുതുന്നത് ഒരു രാജകുടുംബത്തിലെ വ്യക്തിയല്ലേ. AR രാജരാജവർമ്മ എന്ന് പറയുമ്പോൾ രാജകുടുംബത്തിലാണ്. അപ്പൊ അന്നത്തെ കേരളത്തിലെ രാജാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ്, ഭരിക്കാൻ വന്ന ബ്രിട്ടീഷുകാരോട് ഒരു കൂറുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഇങ്ങനെ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞിരുന്നല്ലോ. ബ്രിട്ടീഷ് രാജഭരണത്തിന് കൂറ് വെച്ചിരുന്ന കുറെ പേരുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അവർക്ക് സത്യത്തിലെ ബ്രിട്ടീഷ് ഭരണത്തെ, ഇവിടുത്തെ സാധാരണ ആളുകൾ ബ്രിട്ടീഷ് ഭരണത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എതിർത്തുവെങ്കിലും ഈ രാജകൊട്ടാരത്തിലെ രാജാക്കന്മാർക്കും രാജഭരണത്തിലെ അംഗങ്ങൾക്കൊക്കെ ഇവരോട് കൂറുണ്ടായിരുന്നു, ഇവരോട് മമതയുണ്ടായിരുന്നു. അല്ലാതെ ഒരിക്കലും ഝാൻസി റാണി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഝാൻസി റാണീനെ താടകയായിട്ടും വെല്ലസി പ്രഭുവിനെയും അതുപോലെ ഡൽഹൌസി പ്രഭുവിനെ ധർമ്മപുത്രരും ഇന്ദ്രനൊക്കെ ആയിട്ട് വാഴ്ത്തേണ്ട ആവശ്യം ആംഗ്ല സാമ്രാജ്യം എന്ന ഒരു രാജകുടുംബത്തിൽ അംഗം എഴുതിയ AR രാജരാജവർമ്മ എഴുതിയ കാവ്യത്തിന് ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു വീക്ഷണത്തിലൂടെ കൂടെ നമ്മൾ ഇതിനൊന്ന് കണ്ണോടിച്ചാൽ നന്നായിരിക്കും. 23 സർഗങ്ങളാണുള്ളത്.
23 സർഗങ്ങളില് 1900 ശ്ലോകങ്ങളിലാണ് ആംഗ്ല സാമ്രാജ്യം എഴുതിയിരിക്കുന്നത് എന്ന് സാരം. ഇനി ഇദ്ദേഹത്തിന്റെ അമ്മാവനാണ് ഈ കേരള പാണിനിയായി നാം പറഞ്ഞ AR രാജരാജവർമ്മയുടെ അമ്മാവനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അപ്പൊ അമ്മാവന്റെ എന്നോട് ചോദിച്ച് നിർദ്ദേശങ്ങളൊക്കെ എടുത്തിട്ടാണ് സത്യത്തില് ഈ ആംഗ്ല സാമ്രാജ്യം എഴുതി. പേരിൽ തന്നെ ഉണ്ട് ആംഗ്ലം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, ആംഗ്ല സാമ്രാജ്യം എന്ന് സാരം. അപ്പൊ ഇന്ത്യയുടെ ഒരു ഭൂപടം തീർച്ചയായിട്ടും ഈ ആംഗ്ല സാമ്രാജ്യത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ ഒരു ഭൂപടം കാരണം എന്താ പറയാ, ജോഗ്രഫിക്കൽ ആയിട്ടുള്ള, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എല്ലാ വീക്ഷണവും നമുക്ക് ഇതിൽ കാണുവാനായിട്ട് സാധിക്കും. 20 അധ്യായങ്ങളില് 1300 ശ്ലോകങ്ങളില്, ഇത് നമ്മൾ എടുത്ത സ്ലൈഡ് അല്ലേ? ഓക്കെ. ഇനി ഇദ്ദേഹം ഈ കൃതി എഴുതാനായിട്ട്, AR രാജരാജവർമ്മ ഈ കൃതി എഴുതാനായിട്ട് പ്രധാനമായിട്ടും 4 ഗ്രന്ഥങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. 4 ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാണ് ഈ ആംഗ്ല സാമ്രാജ്യം എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ് 4 ഗ്രന്ഥങ്ങള്? ഹിസ്റ്ററി ഓഫ് ദി ബ്രിട്ടീഷ് ഇന്ത്യ, W ഹണ്ടർ എന്ന ഓഥറിന്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ടോ? ഹിസ്റ്റോറിയൻസ് ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലെ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അപ്പൊ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ W ഹണ്ടറിന്റെ ഉണ്ടോ? ഹിസ്റ്ററിക്കാരുണ്ടോ? അപ്പൊ പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഭാഗ്യം, കേട്ടുപരിചയുണ്ടല്ലോ, സന്തോഷം. അപ്പോ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, അതായത് W ഹണ്ടറിന്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അതുപോലെ മെക്കാളെ പ്രഭുവിന്റെ എസ്സേസ് ഓൺ ക്ലൈവ് ആൻഡ് വാരൻ ഹാസ്റ്റിങ്സ്. മെക്കാളെ പ്രഭു എഴുതിയ എസ്സേസ് ഓൺ ക്ലൈവ് ആൻഡ് വാരൻ ഹാസ്റ്റിങ്സ്. അതുപോലെ റിച്ചാർഡ് ടെമ്പിളിന്റെ പിക്ചർസ്ക്യൂ ഇന്ത്യ, എന്ന ഗ്രന്ഥം. ദ ലാസ്റ്റ് വൺ മക്കൻസിയുടെ ഹിസ്റ്ററി ഓഫ് 19th സെഞ്ചുറി. ഈ 4 ചരിത്ര ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാണ് ആംഗ്ല സാമ്രാജ്യം അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ആര്? AR രാജരാജവർമ്മ. ആംഗ്ല സാമ്രാജ്യം എന്ന ചരിത്രകാവ്യം ഈ 4 ഗ്രന്ഥങ്ങളെ ആശ്രയിച്ച്, ഏതൊക്കെയാണ്? ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, എസ്സേസ് ഓൺ ക്ലൈവ് ആൻഡ് വാരൻ ഹാസ്റ്റിങ്സ്, പിക്ചർസ്ക്യൂ ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് 19th സെഞ്ചുറി എന്ന 4 ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാണ് ആര്? AR രാജരാജവർമ്മ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ പേര് ആംഗ്ല സാമ്രാജ്യം, ആംഗ്ലാനാം സാമ്രാജ്യം. ആംഗ്ലന്മാരുടെ ഇംഗ്ലീഷാകെ സാമ്രാജ്യം. തത് അധികൃത്യ കൃതോ ഗ്രന്ഥ ആംഗ്ല സാമ്രാജ്യം. കാര്യം മനസ്സിലായോ? ആംഗ്ലാനാം സാമ്രാജ്യം, തത് അധികൃത്യ കൃത ഗ്രന്ഥ ആംഗ്ല സാമ്രാജ്യം എന്നർത്ഥം. ഇതാണ് പേരിന്റെ വിൽപ്പത്തി. കാളിദാസന്റെ രഘുവംശമാണ് ആംഗ്ല സാമ്രാജ്യത്തിന്റെ രചനയ്ക്ക് മാതൃകയായതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. രഘുവംശം അതുപോലെയാണത്രേ ആംഗ്ല സാമ്രാജ്യം അദ്ദേഹം രചിച്ചിരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒരു സൂചന അദ്ദേഹം നൽകിയിരിക്കുന്നുണ്ട്. ഇനി മാഷൊരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഈ ആംഗ്ല സാമ്രാജ്യത്തിലെ ഒരു ശ്ലോകമാണ്. ലണ്ടൻ നഗരത്തെ വർണ്ണിക്കുന്ന ഭാഗത്തുള്ള ഒരു ശ്ലോകം. ഞാൻ പറഞ്ഞല്ലോ, ലണ്ടൻ നഗരത്തിന്റെ വർണ്ണനയോട് കൂടിയിട്ടാണ് ആംഗ്ല സാമ്രാജ്യം ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടു അല്ലെ? ലണ്ടൻ നഗരത്തിന്റെ വർണ്ണനയോട് കൂടിയിട്ടാണ് ആംഗ്ല സാമ്രാജ്യം ആരംഭിക്കുന്നത്. അപ്പൊ ലണ്ടൻ നഗരത്തിന്റെ വർണ്ണന എഴുതിയിരിക്കുന്നു നോക്കിയാൽ, അസ്ഥി പ്രശസ്ത്വേഷോത്ലാന്തികാബ്ധി ക്ഷിപ്തിവേഷു വിക്ഷ്വപുരമാംഗലേഷു തിംസാ നദീ തീരവതം സഭൂതം ഭൂമണ്ഡനം ലണ്ടന നാമധേയം. ഇങ്ങനെയുള്ള ഒരു ലണ്ടൻ എന്ന നഗരം ഉണ്ടായിരുന്നു. എവിടെ? തേംസ് നദിയുടെ തീരത്ത്, പ്രശസ്തമായ അറ്റ്ലാന്റിക് ഓഷ്യന്റെ തീരത്തുള്ള തേംസ് നദിയുടെ തീരത്ത് ഉള്ള ഒരു ഭൂപ്രദേശമാണ് ലണ്ടൻ. നിങ്ങളതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ. നിങ്ങൾ ഇനി അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഇനി ഇതൊക്കെ എഴുതണമെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് സൂചന നൽകിയെന്ന് മാത്രം. ഇത്രയും കാര്യങ്ങളാണ് ഇതില് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി മറ്റു കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. ഈ കുറെ ഞാൻ പറഞ്ഞല്ലോ 20ഓളം അധ്യായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ 20ഓളം അധ്യായങ്ങൾ എങ്ങനെയാണ്, 20 തന്നെയല്ലേ? അതെ, എത്ര അധ്യായങ്ങളായിട്ടാടോ? 23. അതെ, 23 അധ്യായങ്ങളായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 23 അധ്യായങ്ങൾ എങ്ങനെയാണെന്ന് കുറച്ചെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ. 1-ാം സർഗം
ഒന്നാം സർഗം ആരംഭിക്കുന്നത് ഇന്ത്യ പ്രവേശം എന്ന പേരിലാണ്. ഒന്നാം സർഗം ദ അറൈവൽ ഓഫ് ബ്രിട്ടീഷേഴ്സ്, അതായത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്, അതാണ് ഇന്ത്യ പ്രവേശം എന്ന ഒന്നാം സർഗത്തിൽ. ബ്രിട്ടീഷുകാർ കച്ചവട സംഘമായിട്ട് ഇവിടേക്ക് വരുന്നു, അല്ലെ? അങ്ങനെ രൂപം നൽകുന്നു. ഇന്ത്യയിലെത്തി അവരുടെ ആധിപത്യത്തിന് അടിത്തറ ഇടുന്നതാണ് ഒന്നാം സർഗം. അവിടെയാണ് ആര്യന്മാർ കുടിയേറിയത് കൊണ്ട് മുഗൾ ചക്രവർത്തിമാരുടെ ഭരണമടക്കം നീണ്ട കാലത്തെ ഒരു ഭാരത ചരിത്രത്തിന്റെ ഒരു രൂപരേഖയാണ് എന്ന് സാരം. ഇതാണ് അപ്പൊ ഇന്ത്യ പ്രവേശം ഒന്നാമത്തെ സർഗം. രണ്ടാമത്തെ സർഗം ആദിചരിതാനുവർണ്ണനം. ആദിചരിതാനുവർണ്ണനം 77 ശ്ലോകങ്ങളിലാണ് ആദിചരിതാനുവർണ്ണനം. ആദിചരിത്രത്തിന്റെ വർണ്ണനം, ആദ്യകാല ബ്രിട്ടീഷുകാർ വന്ന ആദ്യകാല ചരിത്രത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. അതാണ് ആദ്യചരിതാനുവർണ്ണനം എന്ന രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആദിചരിതാനുവർണ്ണനം. മൂന്നാമത്തെ സർഗത്തിന് പേര് കർണാടകാസ്കന്ധനം എന്നാണ്. കർണാടകാസ്കന്ധനം എന്നാണ് പേര് മൂന്നാം സർഗത്തിന്. കർണാടകാസ്കന്ധനം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക, സമർത്ഥനായ ലോർഡ് ക്ലൈവിന്റെ നേതൃത്വത്തിലെ ഇംഗ്ലീഷ് ആധിപത്യം ഈ കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ വേരുറയ്ക്കുന്നതാണ് ഈ കർണാടകാസ്കന്ധനം എന്ന സർഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാലാമത്തെ സർഗം പറങ്കി നിഷ്കാസനാണ്. പറങ്കികളെ ഇവിടെ നിന്നും, പറങ്കികൾ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരെ ഇവിടെ നിന്നും എന്ത് ചെയ്യാണ്, ഓടിപ്പിക്കുന്നതാണ്. പറങ്കി നിഷ്കാസനം എന്നാണ് ആ സർഗത്തിന് കൊടുത്തിരിക്കുന്ന പേര്. നാലാം സർഗത്തിന് കൊടുത്തിരിക്കുന്ന പേര്. അവിടെ ഫ്രഞ്ച് ആധിപത്യം, ഫ്രഞ്ചുകാരുടെ ആധിപത്യത്തിന് ഭാരതത്തിൽ ഉണ്ടായ പതനം, അതായത് പറങ്കികളാകുന്ന ഫ്രഞ്ചുകാരെ ഇവിടെ നിന്നും ഓടിപ്പിക്കുന്നതാണ്, ഫ്രഞ്ചുകാരെ ഇവിടെ നിന്നും ഓടിപ്പിക്കുന്നതാണ് പറങ്കി നിഷ്കാസനം എന്ന പേരിൽ അറിയപ്പെടുന്ന നാലാമത്തെ സർഗം. പറങ്കി നിഷ്കാസനം. നിങ്ങളിതിന് എല്ലാം എഴുതണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അടുത്തത് അഞ്ചാമത്തെ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് കാളകർത്തരാത്രിയാണ്. കാളകർത്തരാത്രി. കൽക്കത്തയുടെ ഇരുട്ടറ എന്ന ചരിത്ര സംഭവത്തെ, എനിക്ക് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുണ്ടായ ഒരു വലിയ ഒരു കൂട്ടക്കൊലയാണ് കൽക്കത്തയിലെ ഇരുട്ടറ എന്നുള്ളൊരു സംഭവം. അതാണ് കാളകർത്തരാത്രി എന്നുള്ളൊരു സംഭവം. അത് നിങ്ങൾ നോക്കേണ്ടി വരും, ജസ്റ്റ് നോക്കിയാൽ മതി. കൽക്കത്തയുടെ ഇരുട്ടറ എന്ന ചരിത്ര സംഭവത്തെ വർണ്ണിച്ചിരിക്കുകയാണ് അഞ്ചാം സർഗമായ കാളകർത്തരാത്രി എന്ന സർഗത്തിലെന്ന് സാരം. ഇതാണ് അഞ്ചാമത്തെ. ഇനി ആറാമത്തെ സർഗം വംഗവിജയം. എന്താണ്? വംഗവിജയം എന്നാണ് ആറാം സർഗത്തിന്റെ പേര്. വംഗ എന്ന് പറഞ്ഞാൽ ബംഗാൾ, വബയോഹ ഭേദം എന്നൊക്കെ ഭാഷ പറയാറില്ലേ? വാക്യം പാക്കി ചിലര് ബീഹാറിന് ബീഹാർ എന്ന് പറയും. കുഞ്ചു ബിഹാരി ശർമ്മ എന്നുള്ളതിന് കുഞ്ചു ബിഹാരി എന്ന് പറയും. അപ്പൊ വാക്കി ബാ പറയും ഈ പ്രത്യേകിച്ചും അങ്ങനെ ഉത്തരേന്ത്യയിലെ ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ. അപ്പൊ ഇവിടെ ബംഗാളിന്റെ വിജയം, ഈ ജനഗണമനയിലൊക്കെ ഈ വംഗ എന്ന് പറയുന്നുണ്ട്, അത് ബംഗാളാണ്. അപ്പൊ വംഗവിജയം, ബ്രിട്ടീഷുകാർ ക്ലൈവിന്റെ നേതൃത്വത്തിൽ ബംഗാളിൽ തങ്ങളുടെ ആധിപത്യത്തിന് വേരുറപ്പിക്കുകയാണ്. അതാണ് വംഗവിജയം എന്ന ആറാമത്തെ അധ്യായത്തില് AR സൂചിപ്പിച്ചിരിക്കുന്നത്. ഏഴാമത്തെ സർഗത്തില് ബംഗാൾ കലാപമാണ്. ഏഴാമത്തെ സർഗം ബംഗാൾ കലാപമാണ്. അങ്ങനെ ബംഗാൾ കലാപങ്ങൾ അവസാനം ക്ലൈവ് ബംഗാളിന്റെ ഗവർണറായി നിയമിക്കപ്പെടുന്നത് അടക്കമുള്ള ചരിത്ര സംഭവങ്ങളാണ് ഏഴാമത്തെ സർഗത്തിന്റെ പ്രതിപാദ്യ വിഷയം. എട്ടാമത്തെ സർഗം വാരൻ ഹാസ്റ്റിങ്സിന്റെ ഭരണപരിഷ്കാരങ്ങൾ. എട്ടാം സർഗത്തില് വാരൻ ഹാസ്റ്റിങ്സിന്റെ ഭരണപരിഷ്കാരങ്ങളാണ്. റെഗുലേറ്റിംഗ് ആക്ട്, അതുപോലെ ഇന്ത്യ ആക്ട് തുടങ്ങിയ പിറ്റിന്റെ ഇന്ത്യ ആക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എട്ടാം സർഗത്തില് വാരൻ ഹാസ്റ്റിങ്സിന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് എഴുതിയാൽ മതി. എട്ടാമത്തെ സർഗം. ഒമ്പതാമത്തെ സർഗം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മറാഠ ചരിത്രമാണ്. ഒമ്പതാമത്തെ, നിങ്ങൾ ഒന്ന് മാഷ അയച്ചു തന്ന മലയാളം നോട്ടിൽ ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. നിങ്ങളിപ്പോ ഇങ്ങനെ പോയിന്റ് വൈസ് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് മാഷ് ഇത് പറയുന്നത്. ഒൻപതാമത്തെ സർഗത്തിൽ പറയുന്നത് മറാഠ ചരിത്രമാണ്. മറാഠ ചരിത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒമ്പതാമത്തെ സർഗം മൈസൂർ ചരിത്രം. പത്താം സർഗത്തില് മൈസൂർ ചരിത്രമാണ്. 11, 12, 13 ഒക്കെ ടിപ്പു സുൽത്താന്റെ ഭാഗമാണ്. ഇതൊക്കെ ആദ്യത്തെ 25 ശ്ലോകം ടിപ്പു സുൽത്താന്റെ ചരിത്രം വർണ്ണിക്കുന്നു. പിന്നെ അപ്പൊ 11, 12, 13, 14 വെല്ലസി പ്രഭുവിന്റെ ഭരണത്തെ വർണ്ണിച്ചിരിക്കുന്നു. അപ്പൊ 14 സർഗമായി. നമുക്ക് 23 സർഗത്തിലേക്ക് എത്തണം. 14ാമത്തെ സർഗത്തിൽ വെല്ലസി പ്രഭു, 11, 12, 13 ടിപ്പു സുൽത്താന്റെ ഭരണ കാര്യങ്ങളാണ് അവിടെ വരച്ചു കാണിക്കുന്നത്. ഇനി 15, 14 പറഞ്ഞു വെല്ലസി പ്രഭുവിന്റെ ഭരണമാണെന്ന് പറഞ്ഞു.
മറാഠിയിലെ രാജാക്കന്മാരുടെ ശക്തി ബ്രിട്ടീഷ് ശക്തിക്ക് മുമ്പിൽ പരാജയപ്പെടുന്നതിന്റെ ചിത്രം 15-ാം സർഗത്തില്. എങ്ങനെ മനസ്സിലായോ? മറാഠ രാജാക്കന്മാരുടെ ശക്തി ഈ ബ്രിട്ടീഷ് ശക്തിക്ക് മുമ്പിൽ പരാജയപ്പെടുന്നതാണ് 15-ാം സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. അതുപോലെ തന്നെ 1806 മുതൽ ഒരു 10 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണ സംവിധാന ക്രമങ്ങളുടെ ചിത്രമാണ് 16-ാം സർഗത്തില്. നമുക്ക് 23 വരെ എല്ലാം ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പറഞ്ഞു പോകുന്നു മാത്രം. 16-ാം സർഗത്തില് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണ സംവിധാന ക്രമങ്ങളാണ് 16-ാം സർഗത്തില് വരച്ചു കാണിക്കുന്നത്. പിന്നീട് 17-ാം സർഗത്തില് ഹേസ്റ്റിങ്സ് പ്രഭുവിന്റെ നേതൃത്വത്തില്, വാരൻ ഹേസ്റ്റിങ്സ് പ്രഭുവിന്റെ നേതൃത്വത്തില് ആംഗ്ലാധിപത്യം മധ്യഭാരതത്തിൽ കൂടി വ്യാപിക്കുന്നു. അതാണ് മധ്യഭാരതോധൃതി എന്ന പേരിലാണ് ഈ 17-ാം സർഗം മധ്യഭാരതത്തിലേക്ക് കൂടെ ഇത് വ്യാപിക്കുന്നതായിട്ട് കാണാം. അതാണ് മധ്യഭാരതോധൃതി എന്ന 17-ാം സർഗത്തിന്റെ വിഷയം. ഇനി 18-ാം സർഗത്തില് 1824 മുതൽ 1841 വരെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ബാഹ്യ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടായ ഭീഷണികൾ, ആംഹേഴ്സ്റ്റ്, ബെൻഡിക്, ആക്ലൻഡ് തുടങ്ങിയ ഗവർണർ ജനറൽമാരുടെ ഭരണക്രമങ്ങൾ, ഇതൊക്കെ 18-ാം സർഗത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഡൽഹൌസി പ്രഭു സമർത്ഥമായ നയതന്ത്രങ്ങൾക്ക് സിഖ് പതനത്തെ ത്വരിതപ്പെടുത്തുന്നത്, ഇതൊക്കെയാണ് 18-ാം സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. 19-ാം സർഗത്തില് AR 20 എന്താ പറയാ വർണ്ണിക്കുന്ന 19-ാം സർഗത്തില് എന്താണ് ഈ ഡൽഹൌസി പ്രഭുവിന്റെ സമർത്ഥമായ നയതന്ത്രങ്ങളും സിഖ് പതനവും 19-ാം സർഗത്തില് വർണ്ണിച്ചിരിക്കുന്നു. 20-ാം സർഗത്തില് എന്താണ് ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന റെയിൽവേ, കമ്പിത്തപാൽ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിലെ ഭരണ പരിഷ്കാരങ്ങൾ, നന്മകളും ഞാൻ പറഞ്ഞല്ലോ ആംഗ്ല സാമ്രാജ്യത്തില് പ്രധാനമായിട്ടും ഇവരുടെ നന്മകളാണ്, ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നന്മകളാണ് AR രാജരാജവർമ്മ വരച്ചു കാണിക്കുന്നത് അനുസാരം. അപ്പൊ 20-ാമത്തെ സർഗത്തില് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ റെയിൽവേ, കമ്പിത്തപാൽ, വിദ്യാഭ്യാസ മേഖലയിലെ ഭരണപരിഷ്കാരങ്ങള്, ഇതൊക്കെയാണ് 20-ാമത്തെ സർഗത്തിൽ വരച്ചു കാണിക്കുന്നത്. 21-ാമത്തെ നമ്മുടെ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം അതിനെ അടിച്ചമർത്തുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് അതിനെ വെറും ശിപ്പായി ലഹള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ശിപ്പായി ലഹള എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ഈ ആ സർഗത്തിന് കൊടുത്തിരിക്കുന്ന പേര് മഹാസമുത്പിഞ്ചലം എന്നാണ്. അതിന് ശിപ്പായി ലഹള എന്ന ഒരു പേര് കൊടുത്തു എന്ന് മാത്രം. അതിന്റെ തോൽക്കാനുണ്ടായ കാരണങ്ങൾ, അതൊക്കെയാണ് 21-ാം സർഗത്തിന്റെ കലാപത്തിന്റെ കാരണങ്ങളും കലാപത്തിന്റെ വിവിധ ഘട്ടങ്ങള് എന്നിവ വർണ്ണിച്ചിരിക്കുകയാണ് 21-ാമത്തെ സർഗത്തിൽ. 22-ാമത്തേല് എങ്ങനെയാണ് കലാപത്തെ സമർത്ഥമായി ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത്, അതാണ് 22-ാമത്തെ സർഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 22-ാമത്തേല് എങ്ങനെയാണ് ഈ കലാപത്തെ, ഈ ശിപ്പായി ലഹളയെ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയത് എന്ന് 22-ാമത്തെ സർഗത്തില് അവതരിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം. പിന്നീട് നിങ്ങളെല്ലാവരും കേൾക്കുന്നില്ലേ? എനിക്ക് കണ്ണൊക്കെ ഒന്ന് തിരുമ്പിരുന്നോളൂ കേട്ടോ. ഓക്കെ. അവസാനത്തെ സർഗം 23-ാമത്തെ സർഗം എന്താണ്? ആംഗ്ല സാമ്രാജ്യ സ്ഥാപനം എന്ന പേരിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ എന്താ പറയാ, സാമ്രാജ്യ സമൃദ്ധി അല്ലെങ്കിൽ സാമ്രാജ്യ സിദ്ധി എന്ന 23-ാം സർഗത്തില് വൈസ്രോയുടെ ഭരണക്രമങ്ങള്, അങ്ങനെ വിക്ടോറിയ രാജ്ഞി ഇന്ത്യ ചക്രവർത്തി സ്ഥാനം ഏറ്റെടുത്ത് വിളംബരം പുറപ്പെടുവിക്കുന്നു. ോട് കൂടിയിട്ടാണ്, അതായത് ബ്രിട്ടീഷുകാരുടെ വിജയം, ബ്രിട്ടീഷുകാർ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയെ മുഴുവനായിട്ട് ഏറ്റെടുത്ത് വിളംബരം പുറപ്പെടുവിക്കും, ചക്രവർത്തി സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഇതാണ് വജ്രജൂബിലി ആഘോഷങ്ങൾ എന്നിവയുടെ വിവരണത്തിനായി AR ഇത് വിനിയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 23 അധ്യായങ്ങളിലായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് സാർ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അതൊക്കെ ഉപയോഗിക്കാം. ഇതില് വിക്ടോറിയ രാജ്ഞി ഭാരത ഭരണം ഏറ്റെടുത്തതിന്റെ വജ്രജൂബിലിയുടെ സ്മാരകമായിട്ടാണ് ഈ കൃതി രചിക്കപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതാവുന്നതാണ്. വിക്ടോറിയ രാജ്ഞി ഭാരതത്തിന്റെ ഭരണം ഏറ്റെടുത്തതിന്റെ വജ്രജൂബിലി, ആ ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ കൃതി രചിക്കപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആംഗ്ല ഭരണത്തിന്റെ നന്മകൾ മാത്രമാണ്, അല്ലാണ്ട് ഇന്ത്യക്കാരുടെ സഹനങ്ങളോ അവര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയതോ അല്ല ആംഗ്ല സാമ്രാജ്യം എന്ന ചരിത്രകാവ്യത്തിലെ. ബ്രിട്ടീഷുകാരുടെ നന്മകൾ, അവരിവിടെ ഇന്ത്യയിൽ ചെയ്ത കുറെ നല്ല പ്രവൃത്തികൾ, അങ്ങനെ അവരെ വാഴ്ത്തി സ്തുതിക്കുക, അതാണ് AR ചെയ്തിരിക്കുന്നത്. അപ്പോ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർക്ക് അവരുടെ മനോധർമ്മത്തിനനുസരിച്ച് രചിച്ച ചരിത്ര ഗ്രന്ഥങ്ങളിലെ വസ്തുതകൾക്ക് കാവ്യരൂപം നൽകുക മാത്രമായിരുന്നു ARന്റെ ഉദ്ദേശ്യം.
കാര്യം മനസ്സിലായോ? ആംഗ്ലാധിപത്യത്തെ വാഴ്ത്തിക്കൊണ്ട് വിക്ടോറിയ റാണിക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ആംഗ്ല സാമ്രാജ്യത്തിൽ നിന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് ലഭിക്കണമെന്ന് കരുതുന്നത് തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് കറക്റ്റ് ഒരു കാഴ്ചപ്പാട്, ഇത് അവരെ സ്തുതിക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൽഹൌസിയെ ധർമ്മപുത്രര്, ധർമ്മപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാഭാരതത്തിലെ യുധിഷ്ഠിരനെ ആലോചിച്ച് നോക്കൂ. ഡൽഹൌസി പ്രഭുവിനെ ധർമ്മപുത്രരായിട്ടും വെല്ലസിയെ ഇന്ദ്രനായിട്ടും ദേവേന്ദ്രനായിട്ടെ ഝാൻസി റാണീനെ താടകയായിട്ടും പോരെ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് സാരം. അതുകൊണ്ട് ആംഗ്ല സാമ്രാജ്യത്തിന് കാവ്യങ്ങൾക്കിടയിൽ പ്രാധാന്യമുണ്ട്, പക്ഷെ ചരിത്രത്തിന്റെ ഇടയിൽ വലിയ പ്രാധാന്യം പറയാൻ സാധിക്കില്ല. കാരണം ബ്രിട്ടീഷ് ഭരണത്തെ വാഴ്ത്തുക എന്നുള്ളതാണ് AR ചെയ്തിരിക്കുന്നത് എന്ന് സാരം. അടുത്തത് അവസാനത്തെ, നമ്മുടെ ഏറ്റവും അവസാനത്തെ കൃതി, അവസാനത്തെ ചരിത്രകാവ്യമാണ് കേരളോദയം, അല്ലെ? അല്ല, അവിടെ AR രാജരാജവർമ്മയുടെ മറ്റു കൃതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കുണ്ട്. കേരള പാണിനി, ഭാഷാഭൂഷണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് നോട്ടിലുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇനി അവസാനത്തെ കേരളോദയം എന്ന ചരിത്രകാവ്യം. കേരളോദയം ഇത് മാഷ് ഒരു കാര്യം ചെയ്യാം മാഷ്, ഒരു സെക്കൻഡ്. സാധിക്കാം, അവസാനം കാണിച്ച കേരളോദയം 21 സർഗങ്ങളായിട്ട് നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ സാധിക്കുന്നോ? ഓക്കെ. ഡോക്ടർ KN എഴുത്തച്ഛന് ഒരിക്കലും നിങ്ങൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് വളരെ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കൃതിയാണ്. വളരെ ആധുനിക കാലഘട്ടത്തിൽ 1977 ഉണ്ടായ ഒരു കൃതിയാണ് ഡോക്ടർ KN എഴുത്തച്ഛന്റെ കേരളോദയം. അല്ലാതെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനല്ല, മനസ്സിലായോ? 16-17 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛനല്ല. ഡോക്ടർ KN എഴുത്തച്ഛൻ ആധുനികനാണ്. അദ്ദേഹം എഴുതിയതാണ്. 1977 ഈ കൃതി ആദ്യമായിട്ട് എന്താ പറയാ പ്രകാശിക്കപ്പെടുന്നത് എന്നാണ്. കൃതി ആദ്യമായി പ്രകാശിപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കാവ്യ സൗന്ദര്യവും ചരിത്ര സത്യങ്ങളും ഒക്കെ വളരെയധികം എന്താ പറയാ കവിഞ്ഞൊഴുകുന്ന ഒരു കൃതിയായിട്ട് വേണം കേരളോദയത്തെ കാണാനായിട്ട്. 5 മഞ്ചരികളിലായിട്ടാണ് കേരളോദയം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അധ്യായമല്ല, ഒരു മഞ്ചരിയിൽ തന്നെ വളരെയധികം അധ്യായങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് 5 മഞ്ചരികളിലായിട്ടാണ് കേരളോദയം രചിക്കപ്പെട്ടിരിക്കുന്നത്. 5 മഞ്ചരികളുടെ പേരാണ് സ്വപ്നമഞ്ജരി, സ്മൃതി മഞ്ജരി, ഐതിഹ്യ മഞ്ജരി, അതുപോലെ ബോധമഞ്ജരി, ചരിത്രമഞ്ജരി. അവിടെ ഐതിഹ്യമഞ്ജരി കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ നോക്കണ്ട, പക്ഷെ ഒന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മതി. 5 മഞ്ജരികളായിട്ടാണ്. കാരണം ദേശീയോദ്ഗ്രഥനം എന്ന മഹത്തായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഡോക്ടർ KN എഴുത്തച്ഛൻ കേരളോദയം എഴുതിയിരിക്കുന്നത്. കേരളത്തിന്റെ ഉൽപ്പത്തി എന്നുള്ള അർത്ഥത്തിലാണ് കേരളോദയം. പക്ഷേ അതിനെ 5 മഞ്ജരികളിലായിട്ട് കവി തിരിച്ചിരിക്കുകയാണ്. സ്വപ്നമഞ്ജരി, സ്മൃതി മഞ്ജരി, ഐതിഹ്യ മഞ്ജരി, ബോധമഞ്ജരി, ചരിത്രമഞ്ജരി എന്നാണ് 5 മഞ്ജരികളുടെ പേര്. എന്താണ്, നമുക്ക് ഓരോ മഞ്ജരികളെ കുറിച്ച് പറയാം. അതിലെ കഥ ഇതിൽ ആരംഭിക്കുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ പരശുരാമന്റെ ഒരു മിത്തോട് കൂടിയിട്ടാണ്. നമുക്കറിയാലോ, കേരളത്തിന്റെ ഉൽപ്പത്തി നമ്മൾ പറയുമ്പോൾ പരശുരാമൻ മഴുവെറിഞ്ഞ് വീണ്ടെടുത്ത കേരളം എന്നൊരു ചരിത്ര പശ്ചാത്തലം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ പരശുരാമന് പശ്ചിമ രത്നാകരം, അതായത് അറബിക്കടൽ നൽകിയ ഒരു രത്നമാണ് കേരളം എന്ന ഒരു കവി സങ്കല്പം. അതിനൊരു നൂതന രൂപം നൽകിയിരിക്കുകയാണ് കവി എന്ന് സാരം. അതിൽ ഒന്നാമത്തെ സ്വപ്നമഞ്ജരി പേര് പോലെ തന്നെ ഒരു സ്വപ്ന തുല്യമാണ്. ഒരു പിതാവിന്റെ പുത്രി വാത്സല്യം, പരശുരാമന്റെ മകളായിട്ട് പിതാവിന്റെ പുത്രി വാത്സല്യവും അവരിരുവരും അടങ്ങിയ ഒരു കുടുംബത്തിന്റെ എന്താ പറയാ ജീവിതവും ചരിത്ര സ്മൃതികൾ അലതല്ലുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ സംഭവബഹുലമായ ചിത്രീകരണം അന്യോന്യം സമഞ്ജസമായി കൂട്ടിയിണക്കുന്ന ഒരു സന്ദർഭം. ഇതാണ് 1-2 സർഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പൊ 1-2 സർഗങ്ങളാണ് സ്വപ്നമഞ്ജരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയൂ. ഓക്കെ.
സ്വപ്നമഞ്ജരിയില് ആദ്യത്തെ 2 സർഗങ്ങളാണ് സ്വപ്നമഞ്ജരിയിലുള്ളത്. കാര്യം മനസ്സിലായോ? ആദ്യത്തെ 2 സർഗങ്ങളാണ്. ഞാൻ പറഞ്ഞു 21 അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞു കേരളോദയത്തില്. 21 അധ്യായങ്ങളിലായിട്ട് 2500-ലധികം ശ്ലോകങ്ങളിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതില് 5 മഞ്ജരികളായിട്ട് തിരിച്ചിരിക്കുന്നു. 5 മഞ്ജരി എന്ന് പറഞ്ഞ ഒരു പാർട്ട്, ഒരു സം ചാപ്റ്റേഴ്സ് കോൾഡ് ഗ്രൂപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് കോൾഡ് എ മഞ്ജരി. മഞ്ജരി എന്ന് പറഞ്ഞാൽ പൂക്കുല എന്നാണ് അർത്ഥം. പൂങ്കുല എന്നാണ് മഞ്ജരി എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ സ്വപ്നമഞ്ജരിയില് ആ പേര് പോലെ തന്നെ എന്താണ്, ഒരു സ്വപ്നത്തിൽ കാണുന്ന രീതിയിൽ ഒരു പിതാവ് ഉദ്ദേശിക്കുന്നത് എന്താണ്, പരശുരാമന് സമ്മാനിച്ച ഒരു പെൺകുട്ടിയാണ് കൈരളി എന്ന് മനസ്സിലാക്കാം. പരശുരാമന് അറബിക്കടൽ നൽകിയ ഒരു പുത്രി, ഒരു മകളാണ് ആര്, കൈരളി, അതായത് കേരളം. അപ്പൊ ഒരു പിതാവിന്റെയും പുത്രിയുടെയും വാത്സല്യം, അവരിരുവരടങ്ങിയ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം, കാവ്യാണല്ലോ. അങ്ങനെയുള്ള രീതിയിൽ ഓർമ്മകളെ അയവിറക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്, അതായത് കേരളത്തിന്റെ ചരിത്രം ഒരു പരശുരാമ കഥ ഇല്ലാതെ തുടങ്ങാൻ പറ്റില്ല. പരശുരാമ കഥ ഒരു ചരിത്രമല്ല എന്ന് നമുക്കറിയാം. അതിലൊരു ചരിത്രമാണോ? അല്ല, അതൊരു ഐതിഹ്യമാണ്. അപ്പോ ഐതിഹ്യാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഐതിഹ്യത്തിന് ആവശ്യമായ എല്ലാം ഒന്നും അതിലില്ല, പരശുരാമ കഥയ്ക്ക് ഇല്ല. പക്ഷെ കേരള ചരിത്രത്തിന് നമ്മൾ തുടങ്ങുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു സ്വപ്നം കാണുന്നത് പോലെയാണത്, അല്ലെ? ഒരു സ്വപ്നം യാഥാർത്ഥ്യമാണോ? അല്ല. അപ്പൊ ഈ പരശുരാമന് നൽകിയ മകളാണ് കൈരളി എന്നുള്ളത് കേവലം നമുക്കൊരു സ്വപ്നം കാണുന്ന പോലെയുള്ളത്. നേരം വിളിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ അതെല്ലാം ഇല്ലാതായി. നമ്മൾ സ്വപ്നത്തിൽ കണ്ടതൊക്കെ വല്ലതും ഉണ്ടോ? ഇല്ല. ഇതുപോലെയാണ് ആദ്യത്തെ 1ഉം 2ഉം സർഗങ്ങളിലായിട്ട് എഴുത്തച്ഛൻ സ്വപ്നമഞ്ജരി എന്ന പേരില് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് സ്വപ്നമഞ്ജരി. ക്ലിയർ ആയോ? 2 സ്മൃതി മഞ്ജരി. എന്താണ് സ്മൃതി മഞ്ജരി? ഞാൻ 3 to 7 എഴുതിയിട്ടുണ്ട്. അതെന്താണ്? 3ാമത്തെ അധ്യായം മുതൽ 3ാമത്തെ സർഗം മുതൽ 7ാമത്തെ സർഗം വരെയുള്ള അധ്യായങ്ങളാണ് സ്മൃതി മഞ്ജരിയിൽ വരുന്നത്. സ്മൃതി മഞ്ജരിയിൽ 3 മുതൽ 7 വരെയുള്ള ഭാഗം, അവിടെയാണ് സംഘകാല സാഹിത്യം. നമ്മുടെ കേരളത്തിന്റെ പുരാതന ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ തമിഴ്നാടിന്റെ തമിഴ് സാഹിത്യ കൃതികളൊക്കെ ആയിട്ട്, കേരളത്തിന്റെ മലയാളം എന്ന് പറയുന്നത് ഇന്നത്തെ മലയാളം അല്ലല്ലോ ആയിരുന്നത്, തമിഴുമായിട്ട് കൂടിക്കലർന്ന ഭാഷയായിരുന്നു, സംസ്കാരമായിരുന്നു. അവിടെയാണ് ഈ സംഘകാല കൃതികളെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ സംഘകാല സാഹിത്യത്തെക്കുറിച്ച്, സംഘകാല സാഹിത്യ സമാഹാരത്തിലെ നീളിച്ചിട്ടുള്ള നിരവധി കഥാസന്ദർഭങ്ങള്, അന്നത്തെ വ്യക്തികള്, ഭരണാധികാരികള്, അവരെ കുറിച്ച് എഴുതിയിട്ടുള്ള അപദാനങ്ങള്, ഇതൊക്കെയാണ് 3 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ. 10 എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. 10 രംഗങ്ങള്, അവിടുത്തെ അന്നത്തെ കഥാപാത്രങ്ങളാണ് ഉദിയൻ ചേരൽ, ആദൻ, ഇമയപരമ്പൻ, നെടുംചേരലാദൻ, പല്യാനൈ, നിങ്ങൾ മുഴുവൻ ചെങ്കുട്ടവൻ, ചെങ്കുട്ടവൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെങ്കുട്ടവൻ തുടങ്ങിയ പടിഞ്ഞാറേ കടൽ തീരത്ത് ഉണ്ടായിരുന്ന, അവിടെ വാണിരുന്ന രാജാക്കന്മാരുടെ, അതുപോലെ മകോതൈ, മുചിരി, തൊണ്ടി തുടങ്ങിയ അവരുടെ പട്ടണങ്ങളെയും അവർ നടത്തിയ യുദ്ധങ്ങളെയും അവരുടെ സ്വഭാവ മഹിമയെയും എല്ലാമാണ് ഈ 10 ചിത്രണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ തുടർന്ന് ഭരിച്ച ചേര രാജാക്കന്മാരുടെ ഭരണവും ഉണ്ടായില്ല. ഇവരിൽ കുട്ടവൻ കോതയുടെ പത്നിയുടെ മരണവും അതിനെ തുടർന്നുള്ള കോതയുടെ വിലാപവും ചരമവും എഴുത്തച്ഛൻ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊന്നും മുഴുവൻ എഴുതേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കേവലം സ്മൃതി മഞ്ജരി 3 മുതൽ 7 വരെയുള്ള അധ്യായത്തിലാണ് ഇവിടെ സംഘകാല സാഹിത്യവുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളെയും സ്ഥലങ്ങളെയും കഥകളെയും വർണ്ണിച്ചിരിക്കുന്നു. ഇത്ര മാത്രമേ എഴുതിയാൽ മതി. ക്ലിയർ ആയോ? സംഘകാല സാഹിത്യ കൃതികളിൽ, അല്ലാണ്ട് ഇതൊക്കെ പേരെഴുതി നിങ്ങൾ പഠിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അന്നത്തെ കഥാപാത്രങ്ങളാണ്. ഈ എന്താ പറയാ, കുട്ടുവൻ, കോത, ഉദിയൻ ചേരൽ, ആദൻ, ഇമയപരമ്പൻ, കഥാപാത്രങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലുണ്ട ആ സംഘകാല സാഹിത്യ കൃതികളുമായി ബന്ധപ്പെട്ട അന്നത്തെ സാഹിത്യ കൃതികളിലെ ഏതാനും ചില പരാമർശങ്ങളാണ് 3 മുതൽ 7 വരെയുള്ള സർഗങ്ങള്. സ്മൃതി മഞ്ജരി ഓർമ്മയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലുള്ള സ്മൃതി. കാര്യം മനസ്സിലായോ? സ്മൃതി എന്നുള്ളതിന് ഓർമ്മ എന്നാണല്ലോ. അപ്പൊ ഓർമ്മയിൽ നിന്നും എടുക്കപ്പെട്ടിട്ടുള്ള ഏതാനും ചില സംഭവങ്ങള്, അതാണ് ഇവിടെ ചരിത്രത്തെക്കാളും ചരിത്രത്തിലെ മനുഷ്യർക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നും കൂടെ ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഒരു റൊമാൻറ്റിക് ആയിട്ട് ചരിത്രത്തെക്കാളും ചരിത്രത്തിലെ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭാഗമാണ് സ്മൃതി മഞ്ജരി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത മഞ്ജരിയാണ് ഐതിഹ്യ മഞ്ജരി.
8 മുതൽ 14 വരെയുള്ള സർഗങ്ങൾ ഐതിഹ്യ മഞ്ജരിയില് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 8 മുതൽ 14 വരെയുള്ള മഞ്ജരികളാണ്. ഇന്ന് കേരളത്തിലെ ബ്രാഹ്മണാധിപത്യം, ഇവിടുത്തെ ദുരവസ്ഥ, അല്ലെ, അതുപോലെ ജൂതര്, ക്രിസ്ത്യാനികള്, മുസ്ലിമുകള് ഒക്കെ കേരളത്തില് വരുന്നു. അതുപോലെ തന്നെ 8-ാം നൂറ്റാണ്ടിലെ ശ്രീ ശങ്കരാചാര്യരുടെ വരവ്, അങ്ങനെ കേരളത്തിലുണ്ടായ അദ്വൈത, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മുഴുവൻ ഉണ്ടായ അദ്വൈത മത സ്ഥാപനം, ഹൈന്ദവ മതത്തിനുണ്ടായ പുനരുത്ഥാനം, കൂടിയാട്ടം, കുലശേഖര പെരുമാളിന്റെ കാലഘട്ടത്തിൽ കൂടിയാട്ടം പോലെ കലാരൂപങ്ങൾക്കുണ്ടായ ഉന്നതി, യുധിഷ്ഠിര വിജയകർത്താവായ വാസുദേവനെ സ്മരിക്കുന്നുണ്ട്, ചാക്യാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, മണിപ്രവാള കൃതികളെ കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ ഉള്ള സാമൂതിരിമാരുടെ ഭരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ 8 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിലെ ഐതിഹ്യ മഞ്ജരി എന്ന് പറയപ്പെടുന്ന അധ്യായത്തില് നമുക്ക് കൂടുതൽ കാണുവാനായിട്ട് സാധിക്കാം. പക്ഷെ ഒന്നുകൂടി പറയാം, കേരളത്തിലുണ്ടായ ബ്രാഹ്മണാധിപത്യത്തെ കുറിച്ച്, ആ ബ്രാഹ്മണാധിപത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ചില ദുരവസ്ഥകളൊക്കെ ഉണ്ട് കേരളത്തിലെ, അങ്ങനെ മുഴുവൻ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലെങ്കിലും ഉണ്ടായ ചില ദുരവസ്ഥകള്, ഈ ജാതി വ്യവസ്ഥയിൽ മൂലമുണ്ടായ ദുരവസ്ഥകള്, അതുപോലെ തന്നെ മറ്റു മതങ്ങള് ഇവിടേക്ക് കേരളത്തിൽ വന്നിട്ടുണ്ടായ കാര്യങ്ങൾ, ജൂതര്, അല്ലെ, നമുക്കറിയാം ഈ ജ്യൂ കോളനികളൊക്കെ പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വളരെ പ്രസിദ്ധമാണ്. ജൂതന്മാർ വന്ന് ജൂതന്മാരുടെ സെറ്റിൽമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ വരവ്, മുസ്ലിംസിന്റെ വരവ്, ഇതൊക്കെ ഉണ്ടായ കാലഘട്ടം. മാത്രമല്ല 8-ാം നൂറ്റാണ്ടിലെ ശ്രീ ശങ്കരാചാര്യര്, കേരളത്തിന് മാത്രമല്ലല്ലോ ഭാരതത്തിൽ മുഴുവൻ ചലനം ഉണ്ടാക്കിയതല്ലേ ശ്രീ ശങ്കരാചാര്യരുടെ ആവിർഭാവം, അദ്വൈത മത സ്ഥാപനം. അതുപോലെ കൂടിയാട്ടം, ചാക്യാർകൂത്ത് തുടങ്ങിയ കലകളെ കുറിച്ചും അതിന്റെ വളർച്ചയിൽ കുലശേഖര പെരുമാൾ തുടങ്ങിയ പെരുമാക്കന്മാരാണല്ലോ കൂടിയാട്ടത്തെയൊക്കെ ഏറ്റവും കൂടുതൽ വളർത്തിക്കൊണ്ടുവന്ന രാജാക്കന്മാര്. അപ്പൊ ആ കലാരൂപങ്ങളുടെ വളർച്ച, ഇതൊക്കെയാണ് ഈ സാമൂതിരിമാരുടെ ഭരണങ്ങള്, ഇതൊക്കെയാണ് ഈ 8 മുതൽ 14 വരെയുള്ള സർഗങ്ങളിലെ ഐതിഹ്യ മഞ്ജരിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് ബോധമഞ്ജരി എന്നറിയപ്പെടുന്ന ഒരേ ഒരു സർഗം ഉള്ളതാണ്. അത് 15-ാമത്തെ സർഗാണ് ബോധമഞ്ജരിയില്. അവിടെ ബോധമണ്ഡലത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തെ സൂചിപ്പിച്ചിട്ടുള്ള രേഖകളില്ല, എങ്കിലും ബോധമണ്ഡലത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല എന്നുള്ള ഒരു കാലഘട്ടത്തെ സൂചിപ്പിച്ചിട്ടുള്ള 15-ാം സർഗത്തിലെ പോർച്ചുഗീസുകാർ വരുന്നത് വരെയുള്ള സാമൂതിരിമാരുടെ ചരിത്രം എന്താണ്? ടിൽ ദ അറൈവൽ ഓഫ് പോർച്ചുഗീസ്. പോർച്ചുഗീസുകാര് ഇവിടെ വരുന്നത് വരെയുള്ള, പോർച്ചുഗീസുകാര് എന്നാ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നത്? എനിക്ക് തോന്നുന്നു 1400 അല്ലെ? ചരിത്രം വിദ്യാർത്ഥികളെ, എന്നാണ് പോർച്ചുഗീസുകാര് കേരളത്തിൽ വന്നത്? ആരാ വരുന്നേ ആദ്യം? വാസ്കോ ഡി ഗാമ. എന്നാ വന്നേ? 1458 എന്നാണ് എന്റെ ഓർമ്മ. അതെ. അപ്പൊ പോർച്ചുഗീസുകാരുടെ വരവ് വരെയുള്ള സാമൂതിരിമാരുടെ ഭരണം, അതായത് പ്രാചീന ഭരണം, അവിടെയാണ് മാമാങ്കം, അല്ലെ? കേരളത്തിന്റെ ഒരു ഉത്സവ ഛായയെല്ലാം, കേരളത്തിലെ മാമാങ്കങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്, അല്ലെ? അപ്പം സാമൂതിരിമാരുടെ ചരിത്രം വർണ്ണിച്ചിരിക്കുന്നു. ഇതാണ് കേരളത്തിന്റെ ഉത്സവങ്ങളോടുള്ള കേരളീയരുടെ ഏറ്റവും ഉത്സവപ്രിയത, കേരളീയരുടെ ഉത്സാഹശീലം, മാമാങ്കത്തിന്റെ വർണ്ണന, മധ്യകാല കേരളീയരുടെ ആചാരാനുഷ്ഠാനങ്ങള്, വിശ്വാസങ്ങള്, വിശേഷിച്ചും ഗ്രാമീണരുടെ ദൈനംദിന ജീവിതത്തിലെ വാർത്തകളും പ്രവൃത്തികളും ഒക്കെ വർണ്ണിക്കുവാനായിട്ട് ബോധമഞ്ജരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് 15-ാം സർഗം. പിന്നീട് അവസാനത്തെ ഭാഗമാണ്, അതായത് 16 മുതൽ 21 വരെയുള്ള സർഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചരിത്രമഞ്ജരി. അത് 15-ാം നൂറ്റാണ്ട് മുതൽ, പോർച്ചുഗീസുകാർ വന്നതിന് മുതല് 15-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു കാലഘട്ടമാണ്. അവിടെയാണ് യൂറോപ്പിലുണ്ടായ 16-ാം നൂറ്റാണ്ടിലുണ്ടായ റിനയസൻസ്, നവോത്ഥാനം, അല്ലെ? യൂറോപ്പിലാണ് നവോത്ഥാനം ഉണ്ടായത്. എന്തിനാ യൂറോപ്പിലാണ് നവോത്ഥാനം ഉണ്ടായിട്ടുള്ളതെങ്കിലും അതിന്റെ ഒക്കെ പ്രതിഫലനം നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രം എല്ലായിടത്തും ലോകത്തിലെമ്പാടും കാണാനായിട്ട് സാധിച്ചല്ലോ. ഇവിടെ ഉണ്ടായ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ കേവലം വ്യവസായത്തിൽ മാത്രമല്ല എന്ന് മാത്രം, ഇവിടെ ചിന്തയില്, അല്ലെ, ആചാരങ്ങളില്, സാഹിത്യ സൃഷ്ടികളില്, വാക്കില് ഒക്കെ നവോത്ഥാനം ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം ഒരു ഇൻഡസ്ട്രിയലൈസേഷനോ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനോ നവോത്ഥാനം അല്ല ഉണ്ടായിരുന്നത്. ഇവിടുത്തെ റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ബൗദ്ധിക മണ്ഡലത്തിലുണ്ടായ, ഒരു ചിന്താമണ്ഡലത്തിലുണ്ടായ ഒരു വലിയ വളർച്ചയായിട്ടാണ് ഇവിടുത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതുപോലെ ഡച്ചുകാര്, മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം, ഡച്ചുകാരുടെ വരവ്, അങ്ങനെ എന്താ പറയാ, മുഗൾ രാജവംശത്തിന്റെ നാശം, ബ്രിട്ടീഷുകാരുടെ വരവ്,
അതുപോലെ ഹൈദരാലിയുടെ അതുപോലെ ടിപ്പുവിന്റെ ഒക്കെ ആക്രമണം, സാമൂതിരിമാരുടെ അവസാനം, വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ തുടങ്ങിയവയുടെ വർണ്ണന, ഇങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും അവസാനത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഈ 16 മുതൽ 21 വരെയുള്ള ചരിത്രത്തില്. അതായത് ഒന്നുകൂടി പറയാം, 15-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം, യൂറോപ്പിലെ നവോത്ഥാനം, മതനവീകരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ എന്താ പറയാ ക്രൈസ്തവവൽക്കരണം അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ വേണ്ടി ചെയ്ത മിഷണറി പ്രവർത്തനങ്ങൾ, ഇങ്ങനെയൊക്കെ കുറെ ഉണ്ട്. പോർച്ചുഗീസുകാരുടെ വരവ്, ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങള്, വാസ്കോഡിഗാമയുടെ വരവ്, ഡച്ചുകാര്, മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ വേണ്ടിയിട്ട് ഡച്ചുകാരെ കുറിച്ച്, ബ്രിട്ടീഷുകാരുടെ വരവ്, അതുപോലെ മുഗൾ രാജവംശത്തിന്റെ അധപതനം, ഹൈദരാലിയുടെ ആക്രമണം, ടിപ്പു സുൽത്താന്റെ ആക്രമണം, സാമൂതിരിമാരുടെ അവസാനം, ഇങ്ങനെ വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ തുടങ്ങിയ രാജാക്കന്മാരുടെ വർണ്ണന ഇതൊക്കെ. അതുപോലെ 21-ാം ചാപ്റ്റർ ആകുമ്പോഴേക്കും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉയർന്ന പ്രതിഷേധം, നമുക്കറിയാലോ. അങ്ങനെ സ്വാതന്ത്ര്യ ലബ്ധി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഥാരീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അങ്ങനെ അവസാനം സ്വാതന്ത്ര്യം കിട്ടുന്നു 1947. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. ഉണ്ടോ? എന്നത്തെ എഴുതിയതൊരു കേരളോദയം എന്നാ എഴുതിയത്? പക്ഷെ തുടക്കത്തിൽ പറഞ്ഞു. എന്നാ കേരളോദയം എഴുതിയത്? 1977 പബ്ലിഷ് ചെയ്യപ്പെട്ടത് അല്ലെ? അപ്പൊ ഡോക്ടർ കെ. അപ്പൊ ഇതിൽ കേരള സംസ്ഥാനം രൂപീകൃതം 1956. അപ്പൊ അതുവരെ വന്നിട്ടുണ്ടെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി, ബാലഗംഗാധര തിലകൻ തുടങ്ങിയ നേതാക്കന്മാരുടെ എന്തൊക്കെ സംഭാവനകളാണ്. അതുപോലെ ഭാരതത്തിന് പുറത്ത് സോഷ്യലിസ്റ്റ് രാഷ്ട്രം റഷ്യ തുടങ്ങിയ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ പിറവികൊള്ളുന്നു. ലെനിൻ മുതലായ നേതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ എന്താ പറയാ കേരള സംസ്ഥാന പിറവിയുടെ അന്ന് എന്താ പറയാ ഇന്ത്യൻ പതാകയുടെ കീഴിൽ നിന്നും കേരളീയരായ കുട്ടികൾ അവർ പാടുന്ന ഒരു ഗാനം, അതോട് കൂടിയിട്ടാണെന്ന് തോന്നുന്നു. അതെ, അതോട് കൂടിയിട്ടാണ് ഈ കാവ്യം അവസാനിപ്പിക്കുന്നത് തന്നെ. എന്ത്? കേരള സംസ്ഥാന പിറവിയിലെ ഇന്ത്യൻ ദേശീയ പതാകയുടെ കീഴിൽ നിന്നുകൊണ്ട് കേരളീയർ എല്ലാവർക്കും, വിശേഷിച്ച് കുട്ടികൾ പാടുന്ന കേരള ഗാനത്തോടെയാണ് കേരളോദയം. ഇപ്പോ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു കേരള ഗാനം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു കേരള ഗവൺമെന്റ്. എന്തായെന്നറിയില്ല. ആയോ? തീരുമാനമായോ? ഞാൻ ഓർക്കുന്നില്ല. അതെ, ഒരു കേരള ഗാനം, ഇപ്പൊ നമുക്ക് ഇന്ത്യയുടെ ഒരു ദേശീയ ഗാനം ഉള്ളതുപോലെ ഒരു കേരള ഗാനം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. അപ്പൊ ഇവിടെ സാഹിത്യചരിത്രത്തിൽ ഒരു കേരള ഗാനം അവര് എഴുതിയിട്ടുള്ള കേരളോദയം സമാപിക്കുന്നത് ഒരു കേരള ഗാനത്തോട് കൂടിയിട്ടാണ്. കേരള ഗാന പ്രകാരമാണ്: ദിനകര ശശധര പാർശ്വദ്വയവര ഡമരുകരോയം ഗായതി കാല ത്യജത സുഷുപ്തിം സുഖമധുസക്തിം ഭജത സമൃദ്ധിം സ്ഥിരയതനൈ ഇഹഗതസാരേ ബഹുഭയധാരേ നിമിഷവികാരേ ഖലു സംസാരേ ജയതി മഹാർഘം സത്യം കേവലമേകമയേ ജനസേവന തത്വം എന്ന് പറയുന്ന ഒരു സംസ്കൃതത്തിൽ എഴുതപ്പെട്ട, സംസ്കൃതത്തിന്റെ അതിപ്രസരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, മലയാള വാക്കുകളിൽ നിന്ന് നമുക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു കേരള ഗാനത്തോട് കൂടിയിട്ടാണ് കേരളോദയം എന്ന ചരിത്രകാവ്യം അവസാനിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ചും ഒരു ചരിത്രബോധം മനസ്സിലാക്കുവാനായിട്ട് കേരളത്തിന്റെ ഉൽപ്പത്തി കേരളോദയം എന്നാണല്ലോ. തുടക്കം മുതൽ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് വരെയുള്ള ഒരു പശ്ചാത്തലം മുഴുവൻ നമുക്കിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് എന്ന് സാർ. ഇത്രയും കാര്യങ്ങളാണ് ചരിത്ര കാവ്യങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് സാർ. ഇനി മാഷ ഒന്ന് ജസ്റ്റ് ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള, മാഷ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് എപ്പിക്സ് ഇൻ സാൻസ്ക്രിറ്റ് എന്നുള്ളതാണ്. ഡേറ്റ്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, ഇൻഫ്ലുവൻസ് ഓൺ ലേറ്റർ ലിറ്ററേച്ചർ ആൻഡ് പോയറ്റിക് സ്റ്റൈൽ ഓഫ് രാമായണ ആൻഡ് മഹാഭാരത. മാഷ് വളരെ വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തന്നിട്ടുണ്ട്. രാമായണത്തിന്റെ കാലഘട്ടം, മഹാഭാരതത്തിന്റെ കാലഘട്ടം, രാമായണത്തിന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, മഹാഭാരതത്തിന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് അല്ലെ? ജയം, ഭാരതം, മഹാഭാരതം. രാമായണത്തിന്റെ ആണെങ്കിൽ 8, 24 അങ്ങനെയല്ല. അപ്പൊ എന്ത് രാമായണത്തിന്റെ എങ്ങനെയാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്? രാമായണത്തിന്റെ ഒരു ഡെവലപ്മെന്റ് പറയുന്നുണ്ടല്ലോ. രാമായണത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ നിന്നും എങ്ങനെയാണ് രാമായണത്തിന്റെ വികാസം ഉണ്ടായിരിക്കുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ. ബാലകാന്ഡവും അതുപോലെ ഉത്തരകാന്ഡം ഒക്കെ പിന്നീട് ചേർക്കപ്പെട്ടതാണെന്നൊക്കെ പറയുന്ന കുറെ വാദഗതികൾ പറയുന്നുണ്ട് അല്ലെ? നമ്മുടെ ടി കെ രാമചന്ദ്ര അയ്യരുടെ ഹിസ്റ്ററി ഓഫ് ഇത് മാത്രം നോക്കിയാൽ പോരാ. നിങ്ങള് ടി കെ രാമചന്ദ്ര അയ്യരുടെ ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലേ?
ആ ടെക്സ്റ്റ് നോക്കണം. അതിൽ വളരെ വ്യക്തമായിട്ട് രാമായണ മഹാഭാരത എന്ന് പറയുന്ന ഭാഗമുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസ് ഓൺ ലേറ്റർ ലിറ്ററേച്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട്. രാമായണത്തിനെ സ്വാധീനിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള രചനകൾ ഏതെല്ലാം, മഹാഭാരതത്തെ സ്വാധീനിച്ചുകൊണ്ടുണ്ടായ രചനകൾ ഏതെല്ലാം, അല്ലെ? നിങ്ങൾ പഠിക്കുന്ന ഭാസനാടകങ്ങള്, എത്രയോ ഭാസനാടകങ്ങൾ മഹാഭാരത ബേസ്ഡ് ഭാസനാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? പിന്നെ പോയറ്റിക് സ്റ്റൈൽ, ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ ഇപ്പോൾ പഠിച്ച ചരിത്രകാവ്യമാണ്. മൂന്നാമത്തെ മൊഡ്യൂളാണ് ചമ്പു കാവ്യങ്ങൾ. അവിടെ ചമ്പു കാവ്യങ്ങൾ എന്നോട് ആരോ ചോദിച്ചിരുന്നു, പൂർവ്വഭാരത ചമ്പുവിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചിരുന്നു. പൂർവ്വഭാരത ചമ്പുവിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മുടെ ടെക്സ്റ്റിലോ ഒരിടത്തും തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം, ആരത് എഴുതിയിരിക്കുന്ന എന്താണ് ചമ്പു കാവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ? ചമ്പു കാവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗദ്യപദ്യമായി കാചിത് ചമ്പൂരിത്യഭിധീയതേ എന്ന് മാഷവിടെ ലക്ഷണം എഴുതിയിട്ടുണ്ട്, അല്ലെ? ഗദ്യവും പദ്യവും കൂടിച്ചേർന്നിട്ടുള്ള. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ചമ്പു കാവ്യങ്ങളിൽ വരെ ചമ്പു കാവ്യങ്ങൾ മാത്രമല്ല, ചമ്പു കാവ്യങ്ങളുടെ ഒറിജിൻ, അതിന്റെ മൂന്നാമത്തെ മൊഡ്യൂള് അവിടെ പറയുന്നുണ്ട് ഡെഫിനിഷൻ. എന്താണ് ഡെഫിനിഷൻ? ഗദ്യപദ്യമായി കാജി ചമ്പൂരിത്യഭിധീയതേ, ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചമ്പു ലിറ്ററേച്ചർ എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് മാഷ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ഈ ഗദ്യവും പദ്യവും കലർന്ന രീതി. ഇപ്പൊ പഞ്ചതന്ത്രത്തിലുണ്ട്, പക്ഷെ അത് ചമ്പു കാവ്യാണോ? അല്ല. അത് എന്തുകൊണ്ടാണ് ചമ്പു കാവ്യം അല്ലാത്ത? കഥാകഥനത്തിന് ഗദ്യവും, അല്ലെ, കഥാകഥനത്തിന് നീതിവാക്യങ്ങൾക്ക് പദ്യം എന്ന നിലയിലാണ് ഏതിനുള്ളത്? ഈ പഞ്ചതന്ത്രത്തിലുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഏത് ചമ്പുക്കളിൽ എന്ന് സാരം. അപ്പൊ ഈ ചമ്പുവിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ചാക്യാന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ചമ്പുക്കള്, കൂത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ചമ്പു പ്രബന്ധങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. മാഷ് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും ചാക്യാന്മാരും ചമ്പുക്കളും തമ്മിലുള്ള ചാക്യാർകൂത്ത് പറയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചമ്പു പ്രബന്ധങ്ങളെ കുറിച്ച്. ആ ചമ്പു പ്രബന്ധങ്ങളുടെ പ്രത്യേകത വേദിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി എഴുതപ്പെട്ടതാണ് ആ ചമ്പു പ്രബന്ധങ്ങൾ. വെറും ചമ്പു കാവ്യങ്ങളാണെന്ന് വെച്ചാൽ അത് കേവലം വർണ്ണന മാത്രമാണ്. ഇപ്പൊ പൂർവ്വഭാരത ചമ്പു അത് വേണമെങ്കിൽ വർണ്ണനാത്മകമായ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ അതൊരു പ്രബന്ധം എന്ന് പറയുന്നില്ല. ചമ്പു പ്രബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്നില്ല. ചമ്പു പ്രബന്ധങ്ങൾ എന്നറിയപ്പെടുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ചമ്പു പ്രബന്ധങ്ങളാണ്. നിങ്ങൾ മേജർ ഓതേഴ്സ് പഠിച്ചപ്പോ മാഷ് മേൽപ്പത്തൂരിന്റെ കൃതികളെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി പോവാ. ഇനി പൂർവ്വഭാരത ചമ്പുവിനെ കുറിച്ച് ഒരു 2 വാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ ചോദിച്ച കാരണം. കേരളീയ ചമ്പുക്കളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായത് മാനവേദനാണ് ഇത് എഴുതിയിരിക്കുന്നത്. മാനവേദന ആരാണെന്ന് നിങ്ങൾക്കറിയാം, കൃഷ്ണഗീതി, അല്ലെ? ഗുരുവായൂരുള്ള കൃഷ്ണാട്ടം എന്ന കലാരൂപത്തിന്റെ സാഹിത്യ രൂപമായ കൃഷ്ണഗീതിയുടെ കർത്താവായ മാനവേദൻ, അല്ലെ? മേൽപ്പത്തൂരിന്റെ കാലഘട്ടത്തില് 1637 മുതൽ 1648 വരെ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ അദ്ദേഹം രചിച്ചതാണ് ഏത് പൂർവ്വഭാരത ചമ്പു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചമ്പു രചിച്ചതെന്ന് പറയുന്നുണ്ട്. ആനായത്ത് കൃഷ്ണ പിഷാരടിക്ക് തന്റെ വ്യാകരണ പാണ്ഡിത്യം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് മാനവേദൻ ഈ ചമ്പു രചിച്ചതെന്ന് ഐതിഹ്യമുണ്ട്. യങ്, ലുങ് തുടങ്ങിയ അപൂർവ വ്യാകരണ പ്രയോഗങ്ങള് നിറഞ്ഞതാണ് ഈ കൃതി. അനന്തഭട്ടന്റെ ഭാരത ചമ്പുവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്യാം. ചന്ദ്രവംശം, ലൂണാർ ഡൈനാസ്റ്റി, ചന്ദ്രവംശത്തിന്റെ ആദ്യ ചരിത്രം വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ധൃതരാഷ്ട്രരുടെക്ക് ഉൽപ്പത്തി വരെ ഈ പൂർവ്വഭാരത ചമ്പു എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ പൂർവ്വഭാരതം, ഭാരതത്തിന്റെ പൂർവ്വകഥ എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അത് വരുന്നത് ഏത് കഥ വരെയാണ്? ഈ ധൃതരാഷ്ട്രയുടെ ഉൽപ്പത്തി വരെയുള്ള ഒരു കഥയാണ് പൂർവ്വഭാരത ചമ്പുവില് വരുന്നത് എന്ന് സാരം. 12 സ്തബകങ്ങളായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. 12 സ്തബകങ്ങൾ. സ്തബകങ്ങൾ എന്ന് പറഞ്ഞാൽ അധ്യായങ്ങൾക്ക് പറയുന്ന പേരാണ് സ്തബകം. അവിടെ പൂർവ്വഭാരത ചമ്പുവിന്റെ അധ്യായങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് സ്തബകങ്ങള്. 12 സ്തബകങ്ങളായിട്ടാണ് ഈ മാനവേദൻ പൂർവ്വഭാരത ചമ്പുവിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യ ചരിത്രം എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രയുടെ ഉൽപ്പത്തി വരെയുള്ള കഥ. മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രയുടെ ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ധൃതരാഷ്ട്രക്ക് ശേഷം വന്ന പഞ്ചപാണ്ഡവരുടെ കഥ അവിടെ ഇല്ല എന്നർത്ഥം കേട്ടോ. പൂർവ്വഭാരത ചമ്പുവിൽ പാണ്ഡവോൽപ്പത്തി ഇല്ല. ധൃതരാഷ്ട്രയുടെ ഒക്കെ ജന്മം വരെയുള്ള, അപ്പൊ ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരര്, ഇവര് 3 പേരാണല്ലോ അംബ, അംബിക, അംബാലികയിൽ നിന്നും ജനിക്കുന്നത്. അല്ല, അംബയില്ല, അംബിക, അംബാലിക, അല്ലെ? അംബ പോയല്ലോ. അംബിക, അംബാലികയിൽ നിന്നും ജനിക്കുന്ന
ധൃതരാഷ്ട്രനും പാണ്ഡുവും പിന്നെ തോഴിയിൽ നിന്ന് ജനിക്കുന്ന വിതുരര്, ഇവരുടെ കഥ വരെയുള്ള ഭാഗമാണ് ഏത് പൂർവ്വഭാരത ചമ്പുവില് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 12 സ്തബകങ്ങളായിട്ടാണ്. അപ്പൊ മഹാഭാരത കഥയുടെ പൂർവ്വഭാഗമാണ് എന്ന് മാത്രം ഒന്ന് നിങ്ങൾ സൂചിപ്പിച്ചാൽ മതി. പറയൂ. അപ്പൊ ഭീഷ്മരുടെ, സത്യവതിയുടെ അതൊക്കെ ഇതില് ഉൾപ്പെടും? അതൊക്കെ ഇതിൽ വരും. അതൊക്കെ പൂർവ്വഭാരതമാണല്ലോ, അതൊക്കെ ഇതിൽ വരും. പൂർവ്വഭാരത ഞാൻ പറഞ്ഞല്ലോ, ധൃതരാഷ്ട്രയുടെ ഉൽപ്പത്തി വരെ. ഒരു സെക്കൻഡ് കേട്ടോ. ധൃതരാഷ്ട്രരുടെ ഉൽപ്പത്തി വരെയുള്ള ഇത് കഥയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതൊക്കെ ഇതിൽ വരും. പക്ഷെ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ, അതിനുശേഷം ചർച്ചയാവാം.